കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാഹ്വേ എന്ന പേരിനോട് ചേർന്ന് യാഹ്വേ ചേർന്ന് വരുന്ന സംഘടിത നാമങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ നമ്മൾ എഴുതിയത് എന്താണ്? ആർക്ക് പറയാം? യാഹ്വേ റഫേക്ക. യാഹ്വേ റോ ഫേക്ക കേട്ടോ, റോ ഫേക്ക അല്ലെങ്കിൽ റഫ. അതാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിനെ തുടർന്ന് താഴോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. എന്താണ് യാഹ്വേ റൊഫേക്ക എന്ന് പറഞ്ഞാൽ? സൗഖ്യമാക്കുന്ന യഹോവ. ഓക്കെ, സൗഖ്യമാക്കുന്ന യഹോവ. ഇപ്പൊ സൗഖ്യമാക്കുന്ന യഹോവ എന്ന പേരിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം നമ്മൾ അവകാശമാക്കുക. ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസത്തിന്റെ വചനങ്ങൾ ഏറ്റെടുക്കുക. കർത്താവിൽ സൗഖ്യമുണ്ട്, ഞാൻ നിന്നെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കാര്യങ്ങളെല്ലാം ഈ പേരിലൊക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് വിശ്വസിച്ച് ആ സൗഖ്യം പ്രാപിക്കുന്നത് ചുരുക്കം പേരാണ്. അങ്ങനെ ഒരു സാഹചര്യം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിലും കർത്താവ് അനേകർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരും സൗഖ്യമായിട്ടില്ല. ഒരു തെളിവ് കിടപ്പുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 12 വർഷം രക്തസ്രാവത്താൽ വലഞ്ഞവളായ ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവൾ പറഞ്ഞത്, ഞാൻ അവിടുത്തെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് സ്ത്രീ തന്നോട് തന്നെ പറഞ്ഞു. അവൾ വേറെ ആരോടും പറഞ്ഞില്ല. എന്നിട്ട് അവൾ പുരുഷാരത്തിന്റെ ഇടയിലൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. സീന സിസ്റ്റർ അല്പൂടെ മൊബൈല് അത് ഒത്തിരി ഒന്ന് താത്തി വെച്ചു കേട്ടോ. അത് ഫേസ് കുറച്ചുകൂടെ ഒന്ന് താത്തി വെച്ചു, അപ്പൊ ഫേസ് നമുക്ക് കാണാം. ഓക്കെ. പുരുഷാരത്തിനിടയിലൂടെ ചെന്ന് യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ക്ഷണത്തിൽ ബാധ മാറി, രക്തസ്രാവം നിന്ന് ഇവൾ സൗഖ്യമായി എന്നറിഞ്ഞു. അപ്പൊ യേശു ക്രിസ്തു ചോദിച്ചൊരു കാര്യമുണ്ട്, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് കർത്താവ് പറഞ്ഞു. ഒരാളാണ് തൊട്ടത്. അപ്പൊ പുരുഷാരം പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ പുരുഷാരം തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പം ഒരാൾ തൊട്ടു എന്ന് ചോദിക്കുന്നത് എന്താണ്? അനേകര് തൊട്ടിട്ടുണ്ട്. അത് സത്യമാണ്. നമുക്കറിയാം, നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരിലെ മന്ത്രിയോ അല്ലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ വലിയ പുരുഷാരം അവരെ തിക്കിത്തിരക്കുന്നു, 100 കണക്കിന് പേര് തൊട്ടിട്ടുണ്ടാവാം. പക്ഷെ യേശു എടുത്തു പറഞ്ഞു, ഒരാൾ എന്നെ തൊട്ടു. എന്താണ് അതിനെ പറയാൻ കാരണം? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ഉടനെ സ്ത്രീ ഭയന്ന് വിറച്ചുകൊണ്ട് യേശുവിന്റെ കാൽക്കൽ വീണു. അപ്പൊ അവിടെ നടന്നൊരു കാര്യം, ഈ യായിരോസിന്റെ വീട്ടിലേക്ക് യേശു പോരുകയാണ്. യായിരോസിന്റെ മോള് മരിക്കാറായുന്ന വാർത്ത കേട്ട് യായിരോസിന്റെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ യായിരോസിനോടുകൂടെ പോകുമ്പോൾ വലിയ പുരുഷാരം തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. പലരും യേശുവിനെ അറിഞ്ഞും അറിയാതെയും തൊട്ടിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും അവിടെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടില്ല. പിന്നെ എന്താണ് ശക്തി പുറപ്പെട്ടത്? എപ്പോഴാണ്? വിശ്വാസത്തോടെ, ആവശ്യബോധത്തോടെ ഒരാൾ അതിനിടയിലൂടെ, അവൾ തന്നോട് തന്നെ പറഞ്ഞിട്ട് വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ച് തൊട്ടാൽ മാത്രമേ സൗഖ്യം വരത്തുള്ളൂ. അല്ലാതെ ഒരു നമ്മൾ യാത്രക്കിടയിൽ ഒന്ന് തട്ടിയതുകൊണ്ടോ തൊട്ടതുകൊണ്ടോ സ്പർശിച്ചതുകൊണ്ടോ ആ വസ്ത്രം എടുത്തത് കൊണ്ട് പോലും സൗഖ്യമാകത്തില്ല. അപ്പം ഈ സൗഖ്യവും വിശ്വാസവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മൾ അത് തിരിച്ചറിയണം. അപ്പൊ അതാണ് യേശു പറഞ്ഞത്, ഒരാൾ എന്നെ തൊട്ടു. ശിഷ്യന്മാര് പറഞ്ഞു 100 കണക്കിന് പേര് തൊട്ടു. അല്ല, യേശു പറഞ്ഞു, അല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞ. സ്ത്രീ തൊട്ടപ്പോൾ മാത്രമാണ് സൗഖ്യമാകാനുണ്ടായിരുന്ന യേശുവിൽ സൗഖ്യമാക്കുന്ന ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടത് ഒരാൾക്ക് വേണ്ടിയാണ്. അത് ആ വിശ്വാസത്തോടെ വന്ന് തൊട്ട സ്ത്രീക്ക് വേണ്ടിയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ രോഗശാന്തിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധം. കർത്താവ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്,
ഇതൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഒരാളോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ബർത്തിമായോട് ചോദിച്ചാ. അപ്പൊ ബർത്തിമായി പറഞ്ഞു, ഗുരു എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ വിശ്വസിച്ച് അതിനവൻ വന്നത്. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു ഭിക്ഷക്കാരൻ സാധാരണ പണം ചോദിക്കാം, നന്മകൾ ചോദിക്കാം, അവന്റെ ഏതെങ്കിലും ഒരു ആവശ്യം പറയാം, കുറച്ച് അധികം പൈസ ചോദിക്കാം. ഇപ്പൊ യേശു ഒരു ലീഡർ എന്ന നിലയിൽ ഇവൻ ഇതൊന്നും അല്ല പറയുന്നത്. ഇവൻ പറയുന്നത്, ഗുരു എനിക്ക് സൗഖ്യമാകണം. അപ്പൊ അത് അവൻ എടുത്തു പറഞ്ഞു, അവൻ വിശ്വാസത്താലാണത്. ഇനിയും കുഷ്ഠരോഗിയായിട്ടൊരു മനുഷ്യൻ വന്ന് യേശുവിനോട് പറഞ്ഞു, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ സൗഖ്യമാകും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാൻ പറഞ്ഞ അവനെ തൊട്ടപ്പോൾ എടുത്ത് സൗഖ്യമായി. മറ്റൊരിക്കലും യേശു വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തനെ നോക്കി സൗഖ്യമാകാൻ തക്കവണ്ണം വിശ്വാസം അവനിൽ ഉണ്ട് എന്ന് കണ്ടിട്ട് യേശു പറഞ്ഞു, കൈ നീട്ടാൻ പറഞ്ഞു. അവൻ കൈ നീട്ടിയപ്പോൾ അവന് സൗഖ്യമായി. അപ്പം സൗഖ്യമാകുവാൻ തക്കവണ്ണം വിശ്വാസം അവനിൽ ഉണ്ട് എന്ന് കണ്ടപ്പോൾ കർത്താവ് കൈ നീട്ടാൻ പറഞ്ഞു, തൊട്ടു സൗഖ്യം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, വിശ്വാസവും സൗഖ്യവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. യേശു ക്രിസ്തു അന്നും ഇന്നും സൗഖ്യദായകനാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അതാണ് യാഹ്വേ റഫോക്ക എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ പേരിൽ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അത് നമ്മളും അവകാശമാക്കണം. ഡോക്ടർ എന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വാസമാണ്. നിങ്ങൾ പരിശോധിക്കാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആ ഡോക്ടർ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കും. ആ ഡോക്ടറോടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷം എഴുതി തന്നാൽ അത് മേടിച്ച് നമ്മൾ കുടിക്കും. കാരണം ഒരു വിശ്വാസമാണ്. ആ ഡോക്ടറെ ആദ്യമായിട്ട് കാണുന്നതാണ്. ഡോക്ടറെ ഒന്നും അറിയത്തില്ല, ഡോക്ടർ എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും. പക്ഷെ കർത്താവ് പറഞ്ഞാലോ വചനം പറഞ്ഞാലോ ഒരു പാസ്റ്റർ പറഞ്ഞാലോ അങ്ങനെ ചെയ്യാം. അപ്പൊ യേശുക്രിസ്തുവിനെ എന്നിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതകരമായ സൗഖ്യം നമുക്ക്. സോ അങ്ങനെ നമ്മൾ ദയവായിട്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഞാൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന യഹോവ, സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന യഹോവ. 10 പൈസ ഫീസ് മേടിക്കുന്നുണ്ടോ കർത്താവ്? ഇന്നത്തെ ഹോസ്പിറ്റലുകൾ ചെയ്യുന്ന അഴിമതിയും അന്യായവും അക്രമവും അതിന്റെ പിന്നിലെ എന്താ നമ്മൾ പറയുക, ലഭിക്കുന്ന വാർത്തയുടെ റിപ്പോർട്ടിലേക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പല രോഗങ്ങളും കൂടുതലായി വഷളാകുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധോലോകം എന്ന് പറയാത്തക്കതായ ഇതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വചനം അല്ലെങ്കിൽ ഈ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ, യഹോവയുടെ ഒരു പേര് പഠിക്കുമ്പോൾ, കർത്താവിന്റെ സംഘടിത നാമങ്ങളോ അല്ലെങ്കിൽ വിശേഷ ലക്ഷണങ്ങളോ ഒക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ നമ്മളത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം വെളിപ്പെടുത്തിയത് തനിക്ക് ഇത്രയും പേരുണ്ടെന്ന് നമ്മൾ അറിയുന്നതിന് വേണ്ടിയല്ല, ആ പേരിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെട്ട് നമ്മൾ അനുഭവിച്ച് സമാധാനമുള്ളവരായിരിക്കുക എന്നുള്ളത്. ഇനിയും കർത്താവ് സൗഖ്യം തരുമ്പോൾ അതിനകത്തുള്ള കാര്യം യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പിന്നീട് വായിച്ചാൽ മതി. യേശു യെരുശലേമിൽ ഉത്സവത്തിന് പോയി. അവിടെ ആട്ടുവാതുക്കൽ ബെഥെസ്ദ എന്ന കുളത്തിൽ 5 മണ്ഡപങ്ങളുണ്ട്. അവിടെ ഒരുത്തൻ ദീനമായി കിടക്കുന്നു. ഇങ്ങനെ ഏറിയ കാലമായെന്ന് യേശു അറിഞ്ഞു. അറിയാലോ, പശ്ചാത്തലം നമുക്കറിയാലോ. യോഹന്നാൻ 5 വായിച്ചാൽ മതി. ഇവൻ ഇങ്ങനെ ഏറിയ കാലമായെന്ന് യേശു അറിഞ്ഞു. യേശു അറിഞ്ഞിട്ട് ഇവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. അവന്റെ പേര് ചോദിക്കുന്നില്ല, എത്ര കാലമായി നീ രോഗിയായിട്ടെന്ന് ചോദിച്ചിട്ടേ ഇല്ല, ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചില്ല, അവന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും ചോദിച്ചില്ല, ഇതിനു മുമ്പ് കഴിച്ച മരുന്ന് ഏതാണെന്ന് ചോദിച്ചില്ല, വീട്ടിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടോ എന്ന് ചോദിച്ചില്ല. ഇന്നൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലുള്ളവരുടെ കൂടെ ഹിസ്റ്ററി മുഴുവൻ കൊടുക്കണം. എന്നാൽ ഇവർക്ക് മനസ്സിലാകുമില്ല. ഇന്നത്തെ പല രോഗങ്ങളും ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കമ്പനി കൊടുക്കുന്ന പ്രോഫിറ്റ് അനുസരിച്ച് മരുന്നുകൾ മാറി മാറി പരീക്ഷിക്കുന്നു. നമ്മളൊക്കെ ഓരോ പരീക്ഷണ വസ്തുക്കളായി അവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കും. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തു ഇതൊന്നും ചോദിക്കുന്നില്ല. യേശു അവനോട് പേരോ വീട്ടുപേരോ സാഹചര്യമോ രോഗമായിട്ട് എത്ര കാലമായി എന്തായി
ഒന്നും കർത്താവിന് അറിയണ്ട. ഒറ്റ ചോദ്യം, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? എന്താ ചോദിക്കാൻ കാരണം? ഏത് രോഗമാണെങ്കിലും, എത്ര വർഷമായ രോഗമാണെങ്കിലും, ആ രോഗത്തിന്റെ അവസ്ഥ എത്ര മൂർധന്യാവസ്ഥയിലാണെങ്കിലും, യഹോവ റഫോക്ക അല്ലെങ്കിൽ സൗഖ്യമാക്കുന്ന ദൈവം എന്ന അടിസ്ഥാനത്തിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ നിമിഷം സൗഖ്യം കിട്ടും. അവൻ പറഞ്ഞ് എനിക്ക് കുളത്തിലിറക്കാൻ ആരുമില്ല, ഞാൻ തനിയെ ചെല്ലുമ്പോഴത്തേക്കും ഒരുവൻ എനിക്ക് മുമ്പായി കുളത്തിലിറങ്ങുന്നു. എന്റെ ദൈവമക്കളെ, നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം, കർത്താവ് ചോദിച്ചാൽ, കർത്താവ് സൗഖ്യം തരാൻ വിചാരിച്ചാൽ നിങ്ങളുടെ യാതൊരു ഹിസ്റ്ററി അറിയേണ്ടത് ആവശ്യമില്ല. കർത്താവിന് അറിയേണ്ട ആവശ്യം ചോദിക്കത്തില്ല. മനസ്സുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത്ര വലിയവനായ ദൈവം, അത്ര നല്ലവനായ ദൈവം. സോ യഹോവ റഫക്ക അല്ലെങ്കിൽ റഫ. പിന്നെ മറ്റെന്താണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്? ജൂലിയറ്റ് ശാന്ത ജോയിൻ ചെയ്തോ? ആളെ കാണുന്നില്ല. ഓക്കെ, പറഞ്ഞോളൂ. രണ്ടാമത്തെ പിന്നെ ചെയ്തിട്ടുണ്ട് പാസ്റ്റർ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ആറാമത്തെ പഠിക്കാൻ പോണേ. എത്ര? അഞ്ചാമത്തെ എഴുതിയത്? അഞ്ചെണ്ണമല്ലേ എഴുതിയത്? എന്നാ ഞാൻ വിചാരിക്കുന്നേ ആറാമത്തെ പേര് യാഹ്വേ ശാലോം. യാഹ്വേ ശാലോം, യഹോവ നമ്മുടെ സമാധാനം. യഹോവ നമ്മുടെ സമാധാനം എഴുതിക്കും. ന്യായാധിപന്മാർ 6:23-24. ജഡ്ജസ് 6:24. ഒരാൾക്ക് വായിക്കാം. ബിൻസി സിസ്റ്റർ ജോയിൻ ചെയ്തിട്ടില്ലേ? ഒരാൾ വായിച്ചു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. യഹോവ അവനോട് നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട എന്ന്. ഈ ദൈവം നൽകുന്ന ഈ സമാധാനം, മ്യൂട്ട് ചെയ്തേരെ കേട്ടോ, അത് ഫോൺ, അതുകൊണ്ടാണ്. ഓക്കെ, ദൈവം നമുക്ക് തരുന്ന ഈ സമാധാനം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നിനക്ക് സമാധാനം. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം ഉപയോഗിച്ചിരുന്ന വാക്കതാണ്, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു. നമ്മൾ പരസ്പരം ഗ്രീറ്റ് ചെയ്യുമ്പോൾ, വിഷ് ചെയ്യുമ്പോൾ നമുക്കും ഇത് ഉപയോഗിക്കാം. നമ്മുടെ ആൾക്കാർ പലപ്പോഴും വിളിച്ചാൽ ആദ്യം പറയുന്നത് എന്താണ്? സ്തോത്രം. പാസ്റ്ററേ സ്തോത്രം എന്ന് പറയും. ഞാൻ പറയും, സ്തോത്രം എനിക്കല്ല തരണ്ട, സ്തോത്രം ദൈവത്തിന് പറയാം. പാസ്റ്ററേ പ്രൈസ് ദി ലോർഡ്, അതും ദൈവത്തിന് കൊടുക്കണ്ടേ? ഞാൻ പറയും, എനിക്ക് സ്തോത്രവും ബഹുമാനവും പുകഴ്ചയൊന്നും തരരുത്. സ്തോത്രത്തിന് സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ കർത്താവാണ്. ഓക്കെ, ആദിമസഭാ വിശ്വാസികൾ, ദൈവമക്കൾ പരസ്പരം കാണുമ്പോഴും പിരിയുമ്പോഴും പറഞ്ഞിരുന്നത് മാറാനാഥ എന്നാണ്. നമ്മുടെ കർത്താവ് വരാറായി. പ്രത്യാശയാണ്. പീസ് ബി വിത്ത് യു, ശാലോം, നമുക്ക് അങ്ങനെ പറയാം. സമാധാനം നിങ്ങളോടുകൂടെ, സമാധാനം അങ്ങയോടും കൂടെ എന്ന് തിരിച്ചു പറയുമായിരുന്നു. ഈ പള്ളികളിലൊക്കെ, കത്തോലിക്ക പള്ളിയിലൊക്കെ അച്ഛന്മാർ കുർബാന കഴിയുമ്പോൾ പറയും, സമാധാനം നിങ്ങളോടുകൂടെ. അപ്പൊ ജനം പറയും അങ്ങയോടും കൂടെ. ഈ സമാധാനമൊക്കെ പരസ്പരം വിഷയം. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം പറയേണ്ടത് എന്താണ്? ആദ്യം പറയേണ്ട വാക്ക് എന്താണ്? ഒരു വീട്ടിൽ ചെന്നാൽ ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം ആ വീട്ടിൽ വാഴട്ടെ എന്നാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഒരു സമാധാനപുത്രൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ വസിക്കും. നമുക്കറിയത്തില്ല ഉണ്ടോ ഇല്ലയെന്ന്. ഉണ്ടെങ്കിൽ ആ ക്രിസ്തുവിന്റെ സമാധാനം അവിടെ വസിക്കും. ഇല്ലെങ്കിൽ അത് നിങ്ങളോടുകൂടെ തിരികെ പോരും. അപ്പൊ ആ സമാധാനം നമ്മളിലേക്ക് വരും.
നമ്മൾ അനുഗ്രഹിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? അനുഗ്രഹത്തിന് യോഗ്യനായ ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ആ അനുഗ്രഹം അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് മടങ്ങി വരും. അതുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നവരായിരിക്കുക എന്ന് പറഞ്ഞാൽ, അനുഗ്രഹിക്കുമ്പം അത് നമ്മളിലും അനുഗ്രഹം ഉണ്ടാവും. നമ്മളിൽ വന്നിട്ടാണ് അവരിലേക്ക് പോകുന്നത്. സമാധാനം ആശംസിക്കുമ്പോൾ ആ സമാധാനം നമ്മളിൽ വന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഈ ശപിച്ചാൽ ഇത് തന്നെ സംഭവിക്കുന്നത്. എന്താണെന്നറിയോ? ശാപം പറയുമ്പം അത് നമുക്കതിലേക്ക് വന്നിട്ട് പിന്നെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് ശപിക്കരുതെന്ന് പറയുന്നത്. ഈ ചെളി വാരി എറിയുമ്പോഴേ ദേഷ്യം വന്നു ഒരാൾക്ക്, നമുക്ക് ഭയങ്കര ദേഷ്യം വന്നു ഒരാളുടെ മേധിച്ച് ചെളി വാരി എറിയണമെന്ന് തീരുമാനിച്ചു. ആദ്യം നമ്മൾ ചെളി കയ്യിൽ വാരി എടുത്തിട്ട് എറിയുക. എറിഞ്ഞ അയാൾക്കുടെ ദേഹത്ത് ആ ചെളി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ പറ്റിയിട്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ. ആദ്യം നമ്മുടെ കൈ ചെളി ആകും, എന്നിട്ടേ പിന്നെ ആളുടെ അടുത്തോട്ട് പോകത്തുള്ളൂ. ഇനി അയാൾ ഒഴിഞ്ഞു മാറിയാലും നമ്മുടെ കൈ ചെളിയാകും. അപ്പൊ അതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുക. അപ്പൊ സമാധാനം ഉണ്ടാകട്ടെ. അതാണ്, നിനക്ക് സമാധാനം. യഹോവയിൽ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും ഇതൊരു വലിയൊരു ഗിഫ്റ്റാണ്, ഒരു അനുഗ്രഹമാണ്. യെശയ്യാവ് 26:3 വായിക്കാം, റോമർ 5:1 വായിക്കാം. സുമസിസ്റ്ററെ, നമ്മുടെ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഉണ്ടോ? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവം നമുക്ക് സമാധാനം എന്ന് പറയുന്നത് വളരെ ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. യെശയ്യാവ് എത്ര? 26:3. അത് വായിച്ചത് ശരിയാണ്. അപ്പൊ ദൈവം നമ്മളെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ തന്നെ ആശ്രയിപ്പിൻ. അപ്പൊ ദൈവം ഈ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയും നമ്മൾ ഏത് സാഹചര്യത്തിലും ഈ സമാധാനം അവകാശികളാക്കണം. ഓക്കെ, കർത്താവ് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. പിന്നെ ലോകം തരുന്നത് പോലെയല്ല അത്. ആരും നിങ്ങളിൽ നിന്ന് അത് ഒരിക്കലും എടുത്തു കളയത്തില്ല. കർത്താവ് തരുന്ന സമാധാനത്തെ നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ചിന്ത, നമുക്ക് സമാധാനം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ തരുന്ന സമാധാനമാണ്. പലപ്പോഴും നമ്മൾ കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് ഇഷ്ടപ്പെടുന്നതും ഒക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പ്രതികൂലമായാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ എന്താണ് യേശുക്രിസ്തു പറഞ്ഞ സമാധാനം എന്ന് തന്നെ നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കുന്നത്, ചിന്തിക്കുന്നത് ആവശ്യമാണ്. സമാധാനം എന്ന് പറയുന്നത് കർത്താവിന്റെ ഒരു വാക്ക്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിലാണ് സമാധാനം കണ്ടെത്തേണ്ടത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾ ധൈര്യപ്പെടണം, സമാധാനത്തോടെ ഇരിക്കണം. കാരണം എന്താണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇത് ശരിക്കും ഒന്ന് ഗഹനം ചെയ്യുക എന്ന് പറയും. ഗഹനം ചെയ്യുക, ചിന്തിക്കണം ഇത്തരം വചനങ്ങളെ കുറിച്ച്. ചിന്തിച്ച് പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ സമാധാനം വസിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലരെയും ബലപ്പെടുത്തുന്ന ഒരു വചനമാണ്. യെശയ്യാവ് 46:10 പറയുന്നത്, ഞാൻ ആരംഭത്തിലെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാൻ പോകുന്നു ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിർത്തി, ആരംഭത്തിലെ ദൈവത്തിന് അവസാനം അറിയാമെന്ന്. ഏത് വിഷയത്തിന്റെ? നമ്മൾ ഒരു രോഗം ആണെന്ന് കർത്താവിനോട് പറയുമ്പോൾ തന്നെ ഈ രോഗം മരണത്തിനുള്ളതാണോ അല്ല ദൈവനാമ മഹത്വത്തിനാണോ, അതോ ഇനി നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യാനാണോ? ഇതൊക്കെ ദൈവത്തിനറിയാം. ഈ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് സഹോദരിമാർ യേശുവിനെ അറിയിച്ചപ്പോൾ തന്നെ യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഇത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്.
സോ അപ്പൊ ഈ ഓരോ ദീനങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ, ഓരോ സാഹചര്യങ്ങൾ, അതിന്റെ പിന്നിലെ ദൈവിക പദ്ധതി എന്താണെന്ന് ദൈവത്തിനറിയാം. അപ്പൊ നമുക്കതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എത്രത്തോളം മനസ്സിലാക്കുന്നു. അതാണ് ഈ തിയോളജി പഠിക്കുന്നതിന്റെ ഒരു ഗുണം. അതാണ് വളരെ സ്വസ്ഥതയും സമാധാനമുള്ളവരായിട്ട് നമ്മൾ മാറണം ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുമ്പോൾ. ഇരമ്യാ പ്രവചനം 51-ാം അധ്യായത്തിലെ അവിടെ നമുക്കറിയാവുന്ന വാക്യമുണ്ട്. ദേശത്ത് കേൾക്കുന്ന ഒരു വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ ഭയപ്പെടരുത്, നമ്മൾ പേടിക്കരുത്, നമ്മുടെ സമാധാനം നഷ്ടമാകരുത്. എന്താണത്? ദേശത്ത് അങ്ങനെ പല വാർത്തകൾ കേൾക്കും. അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കും, സാഹസകൃത്യങ്ങൾ നടക്കും. നിങ്ങളുടെ ധൈര്യം ക്ഷയിക്കുകയും വരുത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ ധൈര്യം ക്ഷയിക്കുകയും വരുത്. കാരണം എന്താണ്? ഈ ദേശത്തെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാമെന്ന് ഇവിടെ എന്തൊക്കെ നടക്കും. ഈ അടുത്ത വർഷം 2021 നവംബർ മാസം 17-ാം തീയതി എന്ത് നടക്കുമെന്ന് നമ്മളിൽ ആർക്കും അറിയത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം, കർത്താവിന് ഇപ്പോഴേ അറിയാം. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ സമാധാനം എന്ന് പറയുന്നത് പ്രതികൂലം ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയല്ല. ഏത് പ്രതികൂലങ്ങളുടെയും കാരണം എന്താണെന്നുള്ള അറിവും ഇത് ഇപ്പോൾ ഏതവസ്ഥയിലാകുമെന്നും ഇതിന്റെ അവസാനം എന്താണെന്നും ഇത് അനുവദിച്ചതിന്റെ കാരണം എന്താണെന്നും എന്നുള്ള തിരിച്ചറിവും അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യുന്ന. അതുകൊണ്ട് സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനം സമാധാനം കളയുകയും നൽകുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ലോകത്തോടുള്ള ബന്ധത്തിൽ ശരിയാണ്. പക്ഷെ ഒരു തിയോളജിയിൽ, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കരുത്. ഒരു ചിന്തകന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ലോർഡ്, strengthen me to do the things which I can change, and strengthen me to accept the things which I cannot change. ദൈവമേ, എനിക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന, പ്രവർത്തിക്കാനുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ, പ്രവർത്തിച്ചാൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ചെയ്യാൻ എന്നെ ശക്തീകരിക്കണം. ഞാൻ എത്ര ശ്രമിച്ചാലും, ഞാൻ എന്തെല്ലാം ചെയ്താലും ഒരു മാറ്റവും വരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇതെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള കൃപ എനിക്ക് തരണം. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഇത് ഏത് അവസ്ഥയിലാണ്, ഇത് രണ്ടിലും ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നതെന്ന് തിരിച്ചറിയാനും എന്നെ സഹായിക്കണം. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രയർ. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ചിന്തിച്ചേ, ലോക നേതാക്കന്മാരുടെ മരണം, ഡെത്ത് സംഭവിച്ച നിമിഷങ്ങളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഗദ്ദാഫി അലറി നിലവിളിച്ചെന്ന് പറയും. ഓക്കെ, ഇന്ദിരാഗാന്ധി സ്വന്തം അംഗസേവകനാണല്ലോ ഷൂട്ട് ചെയ്തത്. ആ സമയത്തിൽ തും ക്യാ കർത്തെ ഹോ, നീ എന്താണ് ഈ ചെയ്യുന്നത്? തന്നെ രക്ഷിക്കേണ്ട ആളാണ് വെടിവെക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ പലരുടെയും, ലോകം കണ്ട പല നേതാക്കന്മാരും മരണസമയത്ത് പതറിയിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ പിടിച്ചുകെട്ടി ക്രൂശിത്തറച്ച് കൊല്ലാനായിട്ട് വന്ന വലിയ സംഘത്തിന്റെ മുന്നിൽ യേശു അങ്ങോട്ട് ചെല്ലുകയാണ്, മുമ്പോട്ട് ചെയ്യുന്നു. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവര് പറഞ്ഞു, നസറേന യേശുവിനെ. അത് ഞാനാണ്. ഇവര് ഉടനെ പുറകോട്ട് മറിഞ്ഞു. യേശു രണ്ടാമതും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവര് പറഞ്ഞു, നസറേന യേശുവിനെ.
അത് ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ, തന്റെ ശിഷ്യന്മാർ. നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ശിഷ്യന്മാരെ എല്ലാം യേശു സേഫ് സോണിലേക്ക് മാറ്റി. സാധാരണ ലോകം കണ്ടിട്ടുള്ള ഏത് നേതാവും തന്റെ പ്രാണന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അണികളെ മുന്നിൽ നിർത്തിയവരാണ്. മനുഷ്യ മതിലുകൾ തീർത്തവരാണ്. ബില്ലാദിന് 15 അപരന്മാരുണ്ടായിരുന്നു. ആള് മാറി മിസൈൽ വീഴാനാണ്. ഏത് നേതാവും പോലീസിന്റെയോ പട്ടാളത്തിന്റെയോ സൈന്യത്തിന്റെയോ അകമ്പടിയിൽ അവരുടെ സംരക്ഷണത്തിൽ തന്റെ ജീവനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരേ ഉള്ളൂ. എന്നാൽ തന്റെ ശിഷ്യന്മാരെ മുന്നമേ രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് മരണത്തെ മുഖാമുഖം ഫേസ് ടു ഫേസ് ധൈര്യത്തോടെ സമാധാനത്തോടെ അഭിമുഖീകരിച്ച ഒരു ഒറ്റ ലോക നേതാവ് നസ്രയന യേശുക്രിസ്തു മാത്രം. എന്തുകൊണ്ടാണ്? അതാണ് കർത്താവിന്റെ സമാധാനം. യേശുക്രിസ്തു എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു? താൻ എന്ത് ചെയ്യണം, താൻ എന്ത് ചെയ്തു, അത് താൻ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് ഉത്തരം ഉണ്ടായിരുന്ന ഏക ലോക നേതാവ്. ആ നേതാവാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു യേശു. ഈ യേശു ക്രിസ്തുവിനെ അറിയാൻ പറ്റിയതും അനുഗമിക്കുന്നതും ഈ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ഈ ഭൂമിയിൽ വേറെ തൊഴിലില്ല, ജോലി. സോ ഐ ആം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അതിൽ അഭിമാനമുള്ളവരായിരിക്കണം. കർത്താവ് ഒരു സന്ദർഭത്തിലും പതറിയിട്ടില്ല. താടി വലിച്ചു പറിച്ചു, മുഷ്ടി ചുരുട്ടി ഇടിച്ചു, 39 അടി 5 വട്ടം അടിച്ചു, ഒരുപാട് കുറ്റം ചുമത്തി. അവിടെയൊന്നും യേശുവിന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ല. അസ്വസ്ഥനായിരുന്നില്ല. തെരുവുകളിൽ തന്റെ ശബ്ദം കേട്ടില്ല. താൻ നിലവിളിച്ചില്ല. കാരണം മാനവരാശിയുടെ പാപ പരിഹാരാർത്ഥം പാപം ചെയ്യാത്ത തന്റെ ജീവൻ പകരം കൊടുക്കണമെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു, അത് അംഗീകരിച്ചു, അത് ഉൾക്കൊണ്ടു, അത് ഫേസ് ചെയ്തു. ലീഡേഴ്സ് എപ്പോഴും ഓർക്കണം, പ്രത്യേകിച്ച് ഐഡാൾട്ടേഴ്സ്, സാഹചര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളണം, അതിനെ അംഗീകരിക്കണം, അതിനെ സ്വാഗതം ചെയ്യണം. അതാണ് ഇത് ഫേസ് ചെയ്യാനുള്ള കാരണം. കർത്താവായ യേശു ക്രിസ്തു ഗത്സമന തോട്ടത്തിൽ വെച്ച് പിതാവുമായി സംസാരിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, ദ വിൽ ഓഫ് ഗോഡ്, എങ്കിലും അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. യേശുവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി, ഇത് നീങ്ങിപ്പോകണമെന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. അതിൽ നിന്ന് മനസ്സിലാക്കി ഇത് ദൈവത്തിന്റെ ഹിതമാണ്. സോ അത് ഉൾക്കൊള്ളാനുള്ള കൃപ കർത്താവിനോട് ചോദിച്ചു, അത് ലഭിച്ചു, ഫേസ് ചെയ്തു. അത് ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞു, എന്നെ ഒരുത്തൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ ഓരോരുത്തൻ താന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സുവിശേഷ വേലയ്ക്ക് നിങ്ങൾ ഇറങ്ങുന്നത് അബദ്ധത്തിൽ നിന്നായിരിക്കരുത്. സുവിശേഷ വേല ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ആയിരിക്കരുത്. സുവിശേഷ വേല ചെയ്യുന്നത് ആരെയെങ്കിലും പ്രസാദിപ്പിക്കാനും ആയിരിക്കരുത്. അതിനെക്കുറിച്ച് ചിന്തിക്കണം, മനസ്സിലാക്കണം, വ്യക്തത വരണം. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണ്? ഞാൻ ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കുന്നു? ഇതിന് ഉത്തരം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ എത്ര കാലമായിരിക്കണം? അതിന് ഉത്തരം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ എന്തുകൊണ്ട് ഈ അവസ്ഥയിലായിരിക്കണം എന്നതിന് ഉത്തരവുണ്ടെങ്കിൽ, അതാണ് സമാധാനം. സോറി. അപ്പൊ ക്രിസ്തുയേശുവിന്റെ സമാധാനം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ശരിക്കും നമ്മൾ ഇനിയും മനസ്സിലാക്കാൻ കിടക്കുകയാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. പത്രോസും യോഹന്നാനും തടവിൽ കോൽ കൊണ്ട് അടിയേറ്റും മുറിഞ്ഞിരിക്കുക. അവരെ അടിച്ചു, ഇനി ഈ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് കൽപ്പിച്ചു. ആ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണിയതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊണ്ടുപോയി.
പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ വസ്ത്രം പറിച്ച് ഉരിഞ്ഞ് കോൽ കൊണ്ട് അടിയേറ്റ് ശരീരം മുറിഞ്ഞു കിടക്കുക. കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അറിയാലോ, റോമൻ ഗവൺമെന്റിന്റെ പീഡനം, തടവിലാണ്. കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ശരീരം ദേഹാസനലം മുറിവാണ്. ഇവരുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെ അറിയാം? അർദ്ധരാത്രിയിൽ പാടി സ്തുതിക്കേണ്ട സമയത്ത് അവർ എഴുന്നേറ്റ് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. അവരെ പാടുന്ന സമയത്ത്, ആരാധിക്കേണ്ട സമയത്ത്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് അതേ അവർ ചെയ്യുക. ശേഷം തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതൊന്നും ഇവരുടെ വിഷയമാണ്. ഇനിയും പറയാം, ക്രിസ്തുവിന്റെ സമാധാനം ആദിമസഭ അനുഭവിച്ചിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം ഈ സെമസ്റ്റർ പഠിച്ചൊരു വിഷയമാണ് ആദിമസഭയും വിശുദ്ധന്മാരും, അല്ലെങ്കിൽ സുവിശേഷീകരണവും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അതാരെങ്കിലും ഒന്ന് വായിച്ച്. ആക്ട്സ് ചാപ്റ്റർ 12. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവക ഉള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ. മതി. ഇത് എങ്ങനെ ഉറങ്ങാൻ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ക്രിസ്തുവിന്റെ സമാധാനം, കർത്താവ് നൽകിയ സമാധാനത്തിന്റെ പ്രത്യേകത. ജനത്തിന് തലേ ദിവസം നോക്കണം, യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് ഹെരോദാവ് കണ്ട് അവരുടെ പ്രീതി സമ്പാദിക്കാൻ നാളെ ജസ്റ്റ് ഒരു വിസ്താരം കഴിഞ്ഞ് പത്രോസിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് പിടിച്ച് ബന്ധിച്ചിരിക്കുന്നത്. ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി. അതിന് കാരണമുണ്ട്. ഒരൊറ്റ റോമൻ ചങ്ങല ഉണ്ട് വെട്ടിച്ച ആന പോലും പിടിച്ച പൊട്ടിയില്ല. അതാണ് അവരുടെ സിസ്റ്റം. ആ സാഹചര്യത്തിൽ 2 ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവനായി 4 ചേവകരുള്ള 4 കാവൽക്കൂട്ടത്തെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ 16 പട്ടാളക്കാർ ഉറങ്ങാതെ ഈ സാധു മനുഷ്യനായ മുക്കുവിന് വേണ്ടി കാവൽ നിൽക്കുകയാണ്. അതുകൂടാതെ 16 കാവൽക്കൂട്ടത്തെ കൂടാതെ 2 കാവൽക്കാർ ഇടത്തും വലത്തും നിൽക്കുകയാണ്. ഇതും പോരാ, 1-ാം വാതിലുണ്ട് കാരാഗൃഹത്തിന്റെ. അതും കിടന്ന വീണ്ടും 2-ാം വാതിലുണ്ട്. അതും കിടന്നാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലാണ്. പട്ടണം കോട്ട കെട്ടി അടച്ചിട്ട് ഇരുമ്പ് വാതിൽ. ഒരു കാരണവശാലും പത്രോസ് രക്ഷപ്പെടുകയില്ല. ഇതാണ് സാഹചര്യം. പക്ഷെ പത്രോസ് കിടന്നുറങ്ങി. എന്തുകൊണ്ട് സാധിച്ചു? ക്രിസ്തു നൽകിയ സമാധാനം. വാള് കാണാത്ത ഒരിടത്ത് തന്നെ പാർപ്പിച്ചതിലൂടെയല്ല, ചങ്ങലകളില്ലാത്ത ഒരു ദേശത്തേക്ക് മാറ്റിയതിലൂടെയല്ല, കോട്ടവാതിലുകളോ ഇരുമ്പ് വാതിലുകളോ ഇല്ലാത്ത ഒരു പറുദീസയിൽ പോയി കിടന്നതുകൊണ്ടുമല്ല ഉറക്കം വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം തന്റെ ഹൃദയത്തിൽ വസിച്ചതാണ് പത്രോസ് ഉറങ്ങാൻ കാരണം. അപ്പം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സമാധാനം തന്നെയാണ് പ്രിയപ്പെട്ടവർ. ഇനി എന്താണ് പത്രോസിന് ഉറങ്ങാൻ കഴിഞ്ഞത്? ഈ ഹെരോദാവ് ഇവിടെ 16 കാവൽക്കാരെയാണ് നിർത്തിയേക്കുന്നത്. ഓക്കെ, ഇനി 16,000 കാവൽക്കാരെ നിർത്തിയാലും 2 ചങ്ങലയ്ക്ക് പകരം 2000 ചങ്ങലയിട്ട് ബന്ധിച്ചാലും 3 വാതിലിന് പകരം 30 കോട്ടവാതിലുകൾ പണിതാലും അപ്പറേ ഇപ്പറേ ആയുധധാരികളായ 2-ന് പകരം 2000 പേരുണ്ടെങ്കിലും പത്രോസ് പിറ്റേ ദിവസം മരിക്കുകയില്ല എന്ന വിഷയത്തിൽ പത്രോസിന് ഉറപ്പുണ്ട്. എങ്ങനെയാണ് ഉറപ്പ്?
അവിടെയാണ് കർത്താവ് നമ്മൾ ദൈവവചനത്തിന്റെ ആധികാരികത. എങ്ങനെയാണ് പത്രോസിന് ഉറപ്പ്? യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 18-19 വാക്യം. ആ വാക്യത്തിൽ ഈ മർമ്മം കിടപ്പുണ്ട്. പത്രോസിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഹേറോദാവിന്റെ വാളിനെ കുറിച്ചുള്ള ചിന്തയല്ല. ഹേറോദാവ് നിർത്തിയ കാവൽക്കാർ എത്ര പേരുണ്ട് എന്ന് എണ്ണുകയല്ല. നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആകയാൽ അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. അതിനാൽ ഇന്ന വിധ മരണം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പത്രോസിനെ കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. പത്രോസിനോട് നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ ആരംഭിക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ സഞ്ചരിക്കുകയും ചെയ്തു. എന്നാൽ നീ വയസ്സനായതിനു ശേഷം മറ്റൊരുത്തൻ നിന്റെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തൊരിടത്തേക്ക് അവൻ നിന്നെ കൊണ്ടുപോകുകയും ചെയ്യുന്ന ആ ഒരു ഏജ് വരെ നീ ജീവിച്ചിരിക്കുകയും, പിന്നെ പത്രോസിന്റെ ചരിത്രം പറയുന്നത് താൻ കുരിശിൽ തലകീഴായി തറയ്ക്കപ്പെട്ട് മരിച്ചു എന്നാണ്. പത്രോസ് ഏതുവിധ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നും പത്രോസിനോട് യേശു ക്രിസ്തു പറഞ്ഞത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മരണ പുനരുദ്ധാനത്തെ ജയിച്ചവൻ, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ തന്റെ ഗുരു പറഞ്ഞിരിക്കുകയാണ്. അതും ഈ ഹേറോദാവ് തനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വാളും തമ്മിലൊന്നുമില്ല. ഇത് പത്രോസിനറിയാം. നാളെ മരണം സംഭവിക്കുകയാണ്. ഇയാളും പത്രോസിന് നാളെ മരിക്കുകയാണെന്ന് പത്രോസിനറിയാം. കാരണം യേശു പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തന്റെ സമയമായിട്ടില്ല, യൗവനക്കാരനാണ്. കാരണം 3.5 വർഷമാണ് ഇവരൊക്കെ ഈ കർത്താവിനോട് ഉണ്ടായിരുന്നത്. പിന്നെ ശുശ്രൂഷയാണ്. അപ്പൊ നന്നാ വയസ്സനായതിനു ശേഷമേ മരിക്കുള്ളൂ എന്ന് തനിക്കറിയാം. വാളുകൊണ്ട് ഹേറോദാവിന്റെ ആഗ്രഹമാണ്. അതങ്ങനെ പലരും നമ്മളെ കുറിച്ചൊക്കെ ആഗ്രഹിക്കും. ഹേറോദാവിനും അതുപോലെ തന്നെ ഹാമാനും ഇങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാകാം. ആഗ്രഹിക്കുന്നത് ഇപ്പൊ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ നടക്കൂല തീരുമാനിക്കുന്നത് മരണത്തിന്റെ നീക്കുവോക്കൾ കയ്യിലുള്ള സർവശക്തനായ ദൈവമാണ്. നമ്മെ ശുശ്രൂഷ ബലമേൽപ്പിച്ച ദൈവമാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്, നമ്മുടെ ആയുസ് തീരുമാനിക്കുന്നത്. ഹേറോദാവല്ല, ഹാമാനല്ല. കഴുമരം പണിയാം, പണിതെന്ന് മാത്രം. തൂങ്ങിയത് മൊർദെഖായി അല്ല, പണിതവൻ തന്നെയാണ്. അങ്ങനെ കുറെ ഹാമാന്മാര് പണിതിട്ടുണ്ട്, കഴുമരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ മൊർദെഖായി തൂങ്ങിയല്ല. അത് തീരുമാനിക്കുന്നത് ദൈവമാണ്. മൊർദെഖായിക്കെതിരെ കഴുമരം തീർത്ത രാത്രിയിൽ രാജാവിന്റെ ഉറക്കം കെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സോ പത്രോസ് ചിന്തിക്കുന്നത് എത്ര കാവൽക്കാരുണ്ടെന്നോ, തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈർച്ചവാളിനെ കുറിച്ചോ, തനിക്ക് അപ്പുറം ഇപ്പുറയും കാവൽ നിൽക്കുന്ന ഭടന്മാരെ കുറിച്ചോ അല്ല. പത്രോസിന്റെ സമാധാനത്തിന്റെ ആധാരം തന്നെ ശുശ്രൂഷ വരമേൽപ്പിച്ച ഗുരുവിന്റെ വാക്കുകളാണ്. ആ വചനങ്ങളാണ് നമുക്ക് സമാധാനം. ആ വചനങ്ങളാണ് ഹൃദയത്തിൽ തങ്ങി നിൽക്കേണ്ടത്. സോ ഞാൻ പറയാറുള്ള കാര്യം വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഡോണ്ട് ടേക്ക് എ പ്രോബ്ലം ആസ് എ പ്രോബ്ലം, ടേക്ക് ഇറ്റ് ആസ് എ സിറ്റുവേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം ഒരു പ്രശ്നമാണെന്നൊരു ലീഡർ വിധി എഴുതരുത്. അതൊരു സാഹചര്യമായിട്ട് നിങ്ങൾ പരിഗണിക്കണം. ആ സാഹചര്യത്തെ മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമുക്കായി ഇട്ടിരിക്കുന്ന പദ്ധതി nobody can change God's plan about you, even for you. ദൈവത്തിന്റെ പദ്ധതി മറ്റാർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റിയല്ല, നിങ്ങൾക്ക് പോലും ചേഞ്ച് ചെയ്യാൻ പറ്റിയല്ല നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി.
സോ ദെൻ പിന്നെ എന്തിനാണ് പത്രോസ് പിന്നെ എന്തിനാണ് ഉറങ്ങാതിരിക്കുന്നത്? പത്രോസ് കിടന്നുറങ്ങി. നോക്കുമ്പോ സമാധാനമായിട്ട് വേറെ ഒരു പ്രശ്നവുമില്ല. കള്ളന്മാരും വരികയില്ല, പോക്കറ്റ് അടിക്കാരും ഇല്ല. കാരണം 16 പേര് അപ്പുറം നിൽപ്പുണ്ട്, 2 പേര് ഇപ്പുറം നിൽപ്പുണ്ട്. പിന്നെ വലിയ വേറെ പ്രശ്നങ്ങൾ തൽക്കാലം ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഉറങ്ങുവാണെങ്കിൽ ഇത്രയും സുഖമായിട്ട് ഇവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അങ്ങ് ഉറങ്ങാം. അതും ഒന്ന് ശീലിക്കണം കേട്ടോ. ഒന്നും ചെയ്യാനില്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനും പഠിക്കണം. ചിലർക്ക് അതുമില്ല. അതാ, ഒരു പണിയില്ലെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് ബഹളമാണ്. പണിയുണ്ടെങ്കിൽ പിന്നെ അതും പറഞ്ഞ് ബഹളം. സമാധാനമായിട്ട് എന്തു വേണേലും ചെയ്യാം, എഴുതാം, വായിക്കാം, ഉറങ്ങാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഒരു പണിയില്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെന്നും പറഞ്ഞ് സമാധാനം കെടുത്തി. ഇപ്പൊ ഇത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പണിയും കാര്യങ്ങളോ ബിസിനസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പം ഇപ്പൊ അതിന് നേരമില്ല, അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോണം, ഇവിടെ പോണം, അന്നും പറഞ്ഞ് സമാധാനം. അങ്ങനെ പറയരുത്. സോ സമാധാനം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് ചെയ്യണം, പഠിക്കണമെങ്കിൽ പഠിച്ചോണം, ഉറങ്ങണമെങ്കിൽ ഉറങ്ങണം, കഴിക്കണമെങ്കിൽ കഴിച്ചോണം. അത് സോ എന്തായിരുന്നാലും കുറച്ചുകൂടെ ഊന്നൽ കൊടുത്ത് പറയുന്ന കാരണം എല്ലാത്തിനും സമാധാനം കൊടുക്കേണ്ട. ലോകം നമ്മളെ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് നമ്മിൽ തന്നെ സമാധാനം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റിയല്ല. സമാധാനം കണ്ടില്ല, കേൾവിക്കാർ വിശ്വസിക്കുകയില്ല. വൈദ്യ നീ നിന്നെ തന്നെ സൗഖ്യമാക്കാൻ പറയും. സോ നാം നമ്മിൽ തന്നെ സമാധാനമുള്ളവരായിരിക്കണം. ഓക്കെ. അപ്പൊ ക്രിസ്തുവിന്റെ വാക്കുകളും ദൈവവചനവുമാണ് സമാധാനത്തിന് ആധാരം എന്ന് തിരിച്ചറിയണം. അതാണ് കർത്താവ് എന്റെ സമാധാനം. ഇനി മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ, ഈ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 35. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ മതി. ഇനി നിങ്ങൾ പിന്നെ വായിച്ച് മനസ്സിലാക്കിയുള്ള പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ എന്ന് പറഞ്ഞാൽ പള്ളിപ്രമാണിയുടെ വീട്ടിലോട്ട് ചെന്നു. വീട്ടുകാർ പറഞ്ഞ എന്താണ്, നിന്റെ ഗുരുവിനെ ഇനി വിളിക്കണ്ട, ഗുരുവിനെ ഇനി നീ എടുത്തിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, നിന്റെ മോള് മരിച്ചുപോയി. പക്ഷെ യേശു പറഞ്ഞു, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ യായിരോസ് അത് വിശ്വസിച്ചു. അതാണ് സത്യം. മോള് മരിച്ചു പോയിന്നോ, അത് ഏക മോള്, ഒറ്റ മോള് മരിച്ചുപോയി. അത് 12-കാർ വന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ വാക്ക് കേട്ട നിമിഷം യായിരോസ് സമാധാനത്തോടെ സ്വസ്ഥനായി ശാന്തനായി വീട്ടിലോട്ട് പോയി. വീട്ടുകാർ പറഞ്ഞ കള്ളവാന്ന് വിശ്വസിച്ചല്ല പോയത്, യേശു പറഞ്ഞത് സത്യമായിരിക്കും എന്ന് വിശ്വസിച്ചാ പോയത്. അതാണ് സമാധാനം എന്ന് പറയുന്നത്. സ്വപ്ന സങ്കല്പങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. വീട്ടുകാർ പറഞ്ഞാലും എന്റെ മോള് മരിച്ചു കാണത്തില്ല, എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം, ആ സമാധാനമല്ല. മോള് മരിച്ചാലും ഉയർപ്പിക്കാൻ കഴിവുള്ള ഗുരു കൂടെയുണ്ട് എന്നുള്ള സമാധാനമാണ്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ യേശു ക്രിസ്തു എന്നോടും നിങ്ങളോടും കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് ആ സമാധാനം നമുക്കുണ്ടാകുന്നത്. യായിരോസ് കർത്താവ് എന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. അതാ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കണം ഓരോ ക്രിസ്ത്യൻസും, ഓരോ ക്രിസ്ത്യ ശിഷ്യന്മാരും. ഞാൻ അതുകൊണ്ടാണ് പേഴ്സണൽ ബൈബിൾ സ്റ്റഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും മിനിമം 3 അധ്യായം വചനം വായിക്കണം. ദൈവം സംസാരിക്കും, ആ വചനം ഡയറിയിൽ എടുത്തെഴുതണം, അത് എല്ലാ ദിവസവും തുടരണം. നിലനിൽക്കുന്ന സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും.
പീസ് ഇൻ ലൈഫിന്റെ പേഴ്സണൽ ബൈബിൾ സ്റ്റഡി. ടിറ്റി ബ്രദർ എവിടെ വരെയായത്? തീരാറായോ ബുക്ക്? തീർന്നില്ല മാസ്റ്റർ. ഓക്കെ, ഒരു വർഷം എഴുതാനുണ്ടാവും, ദിവസം എഴുതാം. അത് കഴിയുമ്പോൾ അടുത്ത ബുക്ക് മേടിച്ചോ. അതാ, നിങ്ങൾ അത് തുടർന്നാൽ ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യാനത് അയച്ചു തരാം. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിക്കും. 165 വാക്യത്തിൽ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. There is a great peace those who love the word of God. Psalms 119 verse 165. അപ്പൊ ദൈവവചനത്തിൽ ക്രിസ്തുവിന്റെ ശബ്ദത്തിങ്കൽ സമാധാനം കണ്ടെത്തുവാനും സാന്നിധ്യത്തിൽ സമാധാനം അനുഭവിക്കുവാനും കഴിയുന്നവരായിരിക്കണം ഓരോ ദൈവമക്കളും. റോമർ 5:1 അതോടെ വായിച്ചിട്ട് ഈ ഭാഗം ഞാൻ വിടുകയാണ്. ജോണി പാസ്റ്റർ, ഈ അന്ന ഏബൽ ആരാണ്? അത് നൈസിയായിരിക്കും പാസ്റ്ററെ. ഓ, നൈസി കഴിഞ്ഞ വീക്ക്. എന്താണ് ഞാൻ നൈസ് സിസ്റ്റർ ഇങ്ങനെ നോക്കുകയാണ് പേരൊക്കെ. ഞങ്ങൾക്കൊരു മമ്മി ഉണ്ട് ഇവിടെ, അപ്പൊ മമ്മി ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുക എടുക്കുകയും ചെയ്യും, പ്രായമുള്ളത്. അതുകൊണ്ട് ഇനി പാസ്റ്റിനെ ഡിസ്റ്റർബ് ആവണ്ട തീർച്ച. അല്ലാതെ പേര് മാറ്റിയിട്ടാ മതി. പേര് മാറ്റിക്കോളാം. പേര് നിങ്ങളുടെ പേര് തന്നെ ഇടുക കേട്ടോ, അല്ലാതെ എനിക്കിത് അറിയാൻ പേര് തന്നെ ഇട്ടാ മതി. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ. ശരി ശരി. ഓക്കെ, എല്ലാവരും അവരവരുടെ ഇതിനകത്ത് ജോയിൻ ചെയ്ത പേര് തന്നെ ഇടുക. നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉള്ളതാണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്, അതുകൊണ്ട് ആ നിലയിൽ തന്നെ പോവുക. ഓക്കെ, ഫൈൻ. വായിച്ചോളൂ റോമാലേഖനം 5. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ മതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ക്രിസ്തു നിമിത്തം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആദ്യം ദൈവമായിട്ട് സമാധാനം പ്രാപിക്കണം കേട്ടോ. ദൈവത്തോട് സമാധാനം ആദ്യം പ്രാപിക്കണം. ചിലര് ദൈവത്തോട് വഴക്കിട്ട് വന്ന പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോകും. അങ്ങനെ ഉണ്ടല്ലോ, ദൈവത്തോട് വഴക്കുന്ന രീതികളൊക്കെ. ദൈവവുമായിട്ട് നിരപ്പായിരിക്കണം. ബാക്കി ഏത് പ്രശ്നം വന്നാലും നമ്മളോട് ദൈവമുണ്ട്. എന്നാൽ അസാധ്യമായത് വല്ലതുമുണ്ടോ? ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? ആ ദൈവവുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പാണ് ദാവീദിന് ആ കോൺഫിഡൻസ് കൊടുക്കുന്നത്. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം കർത്താവെ അങ്ങ് എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. ദൈവം ഇല്ലെങ്കിലോ ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഏറ്റവും ഉറപ്പായിരിക്കണം. അത് കഴിഞ്ഞ് ഭാര്യയായിട്ടുള്ള ബന്ധവും ഉറപ്പായിരിക്കണം. ഭാര്യയോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അന്നത്തെ ദിവസം മൊത്തം പോകും. ആ കൂട്ടത്തിൽ ദൈവവുമായിട്ടും കൂടെ സമാധാനം അല്ലെങ്കിൽ പിന്നെ എവിടെയും സമാധാനം കിട്ടത്തില്ല. അപ്പം ദൈവത്തോട് ഭാര്യയായിട്ടുള്ള യുദ്ധം ജയിക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് ദൈവവുമായിട്ട് സമാധാനമായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ യുദ്ധക്കളത്തിലാണല്ലോ. ഭാര്യയുടെ കാര്യം ദൈവം നോക്കിക്കോളല്ലോ. പിന്നെ ഭാര്യ ദൈവം നോക്കും. അതാണ് നിങ്ങൾ 10 വട്ടം ഒരു 20 പ്രാവശ്യം പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ കർത്താവ് ഒറ്റ പ്രാവശ്യം അവരോട് സംസാരിച്ച സംഗതി ഒക്കെ. നിങ്ങൾ അവരെ കൊണ്ട് വചനം എഴുതിച്ചാൽ മതി. 3 അധ്യായം ബൈബിൾ വായിച്ച് ഡയറി മേടിച്ചു കൊടുത്ത് എഴുതിക്കുവാണെങ്കിൽ ബാക്കി എല്ലാം ദൈവം പറഞ്ഞു. ഈ പേഴ്സണൽ ബൈബിൾ സ്റ്റഡി യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പല ഭർത്താക്കന്മാരും പറഞ്ഞു ഭാര്യയ്ക്ക് ഭർത്താക്കന്മാരുടെ സ്നേഹം കൂടി, ദൈവത്തോട് ബന്ധം കൂടി എന്നൊക്കെ പല ഫീഡ്ബാക്കുകൾ ഒത്തിരി ഉണ്ട് നമുക്ക്. സോ അതുകൊണ്ടാണ് ഈ ഒരാൾ പാടിയത്, ഒരു ഭക്തൻ പാടിയത്, അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ. അതാണ്. പുറത്ത് പിന്നെ നമ്മൾ യുദ്ധക്കളത്തിലാണ്. അകത്തും കൂടെ യുദ്ധം കഴിഞ്ഞേച്ച് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ടയർഡാവും. അതുകൊണ്ട് ആദ്യം ദൈവമായിട്ട് സമാധാനമായിരിക്കണം. അതിനുശേഷം പിന്നെ ബാക്കി ഓരോ ഭാര്യയായിട്ട് സമാധാനമായിരിക്കുക. പിന്നെ മക്കൾ സമാധാനമാകും. പിന്നെ നിങ്ങൾ എവിടെ ചെന്നാലും സമാധാനമാവും. നിങ്ങളുടെ ഉള്ളിന്റെ സമാധാനമില്ലെങ്കിൽ ലോകത്തിൽ എവിടെ പോയാലും സമാധാനം കിട്ടുകയില്ല. പിന്നെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർന്നാണ്. സോ അതങ്ങനെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് അങ്ങനെ തുടരാൻ പറ്റും. കർത്താവ് സഹായിക്കട്ടെ. സോ ദൈവം എന്നോട് കൂടെയുണ്ട്.
യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. യെശയ്യാവ് 50:7. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല, ഞാൻ ലജ്ജിച്ചു പോകില്ല എന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. സോ എനിക്ക് പേടിക്കാനില്ല. ഓക്കെ, 7ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. യഹോവ സിദ്ക്കനു, യാഹ്വേ സിദക്കനു. എബ്രായ പേരാണ്, മലയാളത്തിൽ തൽക്കാലം എഴുതുക കേട്ടോ. യാഹ്വേ സിദക്കനു. ഇതെന്ത് പേരാന്നൊന്നും ഓർത്ത് വിഷമിക്കരുത് കേട്ടോ സീന സിസ്റ്റർ. ഇത് ദൈവമേ ഇതെന്താ അങ്ങനെ ചിന്തിക്കേണ്ട, എബ്രായ പേരുകളാണ്, നമുക്ക് എഴുതി പഠിക്കാം, നോ പ്രോബ്ലം. യാഹ്വേ സിദ്ക്കനു. അർത്ഥം യഹോവ നമ്മുടെ നീതി. യിരെമ്യാവ് 33:16. യഹോവ നമ്മുടെ നീതി. അതിന്റെ മലയാളം കേട്ടില്ല, ഇപ്പം കേട്ടു. യാഹ്വേ സിദക്കനു. യാഹ്വേ സിദക്കൻ. ആ, അതിന്റെ മലയാളം യഹോവ നമ്മുടെ നീതി. യഹോവ കേൾക്കുന്നില്ല? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഓഫ് ചെയ്യണോ? കുഴപ്പമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നു. ആ ഓക്കെ സുനിലെ, അടുത്ത പ്രാവശ്യം നമുക്ക് 2-3 സ്തോത്രവും കൂടെ അധികം പറഞ്ഞ് നമുക്ക് ഇരിക്കാം. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്കുള്ള കട്ടാകല് മാറും. യഹോവ നമ്മുടെ നീതി. എഴുതിയോ? യിരെമ്യാവ് 33:16. യെരൂശലേം നിർഭമയ രക്ഷിക്കപ്പെടും, അതിന് യഹോവ നമ്മുടെ നീതി എന്ന്. യഹോവ നമ്മുടെ നീതി. അപ്പൊ ആ ഒരു പേരിൽ ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. യഹോവ നമ്മുടെ നീതി. യഹോവ നമ്മുടെ നീതി എന്ന് പറയുമ്പോൾ ആ യഹോവ നമ്മുടെയും നീതിയാണ്. നീതീകരണം അതൊരു വലിയ വിഷയമാണ് കേട്ടോ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അടർത്തിയെടുത്ത് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. നീതീകരണം എങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുവെച്ചാൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നീതീകരണം ലഭിക്കുകയാണ്. സൗജന്യ നീതീകരണം. അതെ അതെ, സൗജന്യ നീതീകരണം. നീതീകരണം എന്ന് പറയുന്നത് സൗജന്യ നീതീകരണമാണ്. ഓക്കെ, ഹായ് ജേക്കബ് ബ്രദർ, ഗോഡ് ബ്ലെസ് യു. നീതീകരണം എന്ന ദൈവ കോടതിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ ദുഷ്ടൻ നീതിക്ക് യോഗ്യനല്ല. മനസ്സിലായോ? ഈ ദുഷ്ടൻ തന്നെയാണ്. എന്നാൽ ഈ ദുഷ്ടനെ നീതീകരിക്കുന്നത് എങ്ങനെയാണ്? നീതീകരണം എന്ന ദൈവ കോടതിയുടെ വിധി പുറത്തു വരുമ്പോഴാണ് ദുഷ്ടൻ നീതീകരിക്കപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും നീതീകരണം സംഭവിക്കത്തില്ല. ലോകത്തിൽ വേറെ ആർക്കും നീതീകരിക്കാൻ പറ്റത്തില്ല. നീതി പോലും കിട്ടുന്നില്ല. നീതിന്യായ കോടതി എന്ന് പറഞ്ഞാലും നീതി ലഭിക്കുന്നില്ല എന്ന് അനേകര് മുറവിളി കൂട്ടുകയാണ്. അത് പലതും സത്യമാണ് താൻ. അപ്പൊ ദൈവം എങ്ങനെയാ നമ്മളെ നീതീകരിക്കുന്നത്? അത് ദൈവത്തിന്റെ കോടതിയുടെ വിധി നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യാവസ്ഥയാണ് നീതീകരണം. അത് വരുന്നത് വരെ നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസമാണ് ഒരുത്തന് നീതീകരണത്തിന് യോഗ്യനാക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവം അത് നീതിയായി കണക്കിടും, നമ്മളെ നീതീകരിക്കും. ദൈവം നീതീകരിച്ചാൽ പിന്നെ വേറെ ആർക്കും കുറ്റം ചുമത്താൻ പറ്റുകയില്ല. അവിടെയാണ് ഇപ്പൊ സുപ്രീം കോർട്ടിലെ ഫുൾ ബെഞ്ച് അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ഒരു കേസ് വെറുതെ വിട്ടാൽ അത് വെറുതെ വിട്ടതാണ്. പിന്നെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. വെറുതെ വിട്ടാൽ അതങ്ങനെയാണ്. ദൈവം ഒരു മനുഷ്യനെ നീതീകരിച്ചാൽ പിന്നെ ഈ ലോകത്തിൽ ആർക്കും അവനെ കുറ്റം വിധിക്കാൻ കഴിയുകയില്ല, കുറ്റം വിധിക്കപ്പെടുകയുമില്ല. ക്രിസ്തുവേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് എന്നൊരു വചനം ഉണ്ടല്ലോ. അതെ, ക്രിസ്തുവേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്. അതെ, വായിച്ചു.
അതായത് അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമർ 5. താങ്ക് യു. ഈ ക്രിസ്തുവേശുവിലുള്ള വീണ്ടെടുപ്പ് നമുക്കുണ്ടാകുന്നതിലൂടെ, അല്ലെ ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുന്നതിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുകയും ചെയ്യാണ് പിതാവിന്റെ മുമ്പിൽ. ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് വീണ്ടെടുക്കപ്പെടുന്നത്. വീണ്ടെടുക്കപ്പെടുമ്പോൾ നമ്മൾ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു പിതാവിന്റെ മുന്നിൽ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ എന്നിലൂടെ അല്ലാതെ, ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് പോകാനും പറ്റിയല്ല. ക്രിസ്തുവിലൂടെ നമുക്ക് സംഭവിക്കുന്നത്, നമ്മളെ വീണ്ടെടുക്കുന്നു. പാപത്തിന് പകരം കർത്താവ് വേദന, ആ പാപഭാരം പേറുന്നു, രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവന് പകരം തൻ്റെ ജീവൻ കൊടുത്തിട്ട് നമ്മളെ വീണ്ടെടുക്കുമ്പോൾ നമ്മളിലുള്ള പാപം മുഴുവനും പിതാവായ ദൈവം ക്ഷമിച്ച് നമ്മളെ നീതീകരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിലുള്ള വിശ്വാസത്താൽ നീതീകരണം സംഭവിക്കുക. ജസ്റ്റിഫിക്കേഷന് ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല. മീൻസ് അതിന് എന്താണ്, അതിന്റെ ന്യായം എന്താണെന്ന് വെച്ചാൽ ന്യായമൊന്നുമില്ല. ഇപ്പം ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ചെയ്തതിന് തക്കതാണ്, യോഗ്യമായതാണ് നമ്മൾ പ്രാപിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശിക്ഷ എന്ന് പറയുന്നത്, നമ്മളെ ക്രൂശിൽ തറച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അന്യായമൊന്നുമല്ല, ന്യായം തന്നെയാണ്. കാരണം നമ്മൾ ചെയ്തതിന് തക്കതാണ് കിട്ടിയിരിക്കുന്നത്. അവർ അതുപോലെ പാപികളായിരുന്നു. സാധാരണ ആരും അങ്ങനെ സമ്മതിക്കാറില്ല. ഇദ്ദേഹം സമ്മതിച്ചു, ചെയ്ത പാപത്തിന് കുറ്റത്തിന് പകരമായിട്ട് തന്നെയാണ് ക്രൂശിൽ. പക്ഷെ യേശു അങ്ങനെ അല്ലെന്ന് അവൻ മനസ്സിലാക്കി. എന്നിട്ട് ഇവൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, യേശുവേ ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് ഇവൻ കർത്താവിനെ രാജാവായി വിശ്വസിച്ച്, ദൈവമായി വിശ്വസിച്ച് അവൻ അത് ഏറ്റുപറഞ്ഞ് ആ കരുണയെ അപേക്ഷിച്ചപ്പോൾ അത് അവന് നീതിയായി കണക്കിട്ടു. അവൻ നീതീകരിക്കപ്പെട്ടു. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കുന്നു. അപ്പം വിശ്വാസത്താലാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം, പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം. പഴയ നിയമഭക്തന്മാര് പിതാവായ ദൈവത്തിൽ യഹോവയിൽ അവർ വിശ്വസിച്ചു, അബ്രഹാം നീതിയായി കണക്കിട്ടു. പിന്നെ ക്രിസ്തുയേശുവിലൂടെ നമ്മുടെ വീണ്ടെടുപ്പിനാൽ, കർത്താവ് നമ്മളെ വീണ്ടെടുക്കുമ്പോൾ സൗജന്യമായി നമുക്ക് നീതീകരണം ലഭിക്കുന്നു. നമ്മൾ കുറ്റം ചെയ്തവർ തന്നെയാണ്, പാപം ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. പക്ഷേ കർത്താവായ യേശുവിനെ, പിതാവായ ദൈവം അയച്ച തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ ദൈവം ന്യായം വിധിക്കുന്നത് പാപിയാണ് എന്ന കാരണത്താലേ അല്ല. പാപത്തിന് പരിഹാരമായി താൻ അയച്ച പുത്രനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അത്രേ ന്യായവിധി വരുന്നത്. ലോകത്തിന് ന്യായവിധി ഉള്ളത് അവര് പാപികളായതുകൊണ്ടല്ല. പാപത്തിന് പകരമായി പിതാവായി ദൈവം അയച്ച തന്റെ പുത്രനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവർ നീതീകരണം പ്രാപിക്കാത്തത്. ഓക്കെ, ആ വിഷയം യാഹ്വേ സിദക്കനു, യഹോവ നമ്മുടെ നീതി എന്ന വിഷയത്തെക്കുറിച്ച് തുടർന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. അടുത്ത പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഇച്ചിരി ഒരു കട്ടിയായിട്ടൊക്കെ തോന്നുന്നുണ്ട് പറയാം കേട്ടോ. അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, യാഹ്വേ റോഹി, 7ാമത്തെ പോയിന്റ്. സോറി, 8 ഓക്കെ. യാഹ്വേ റോഹി, യഹോവ നമ്മുടെ ഇടയൻ. യഹോവ നമ്മുടെ ഇടയൻ, 23-ാം സങ്കീർത്തനം. യഹോവ നമ്മുടെ ഇടയൻ എന്ന് ഗ്രഹിക്കുന്നവൻ പച്ചയായ പുൽപ്പുറങ്ങൾ തേടുന്നു. 1-2 നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അല്ലേ? എഴുതിയില്ലല്ലോ ഈ കഴിഞ്ഞ പോയിന്റിന്റെ ഒന്നും. യഹോവ നമ്മുടെ ഇടയൻ എന്ന് അതെഴുതിക്കോളൂ. ഇടയൻ എന്ന് ഗ്രഹിക്കുന്നവൻ
യഹോവ നമ്മുടെ ഇടയൻ എന്ന് ഗ്രഹിക്കുന്നവൻ പച്ചയായ പുൽപ്പുറങ്ങൾ തേടുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് നടത്തപ്പെടുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് നടത്തപ്പെടുന്നു. അവിടുത്തെ കൈക്കിലെ ആടുകൾ എന്ന പദവി എത്ര അത്ഭുതകരമാണ്. അവിടുത്തെ കൈക്കിലെ ആടുകൾ എന്ന പദവി യഹോവ ഓരോരുത്തരുടെ ഇടയനാണോ? ആണോ? ആണെങ്കിൽ നല്ലത്. ഒരു പ്രാസംഗികൻ ചോദിച്ചു, ദാവീദ് പറയുന്ന യഹോവ എന്റെ ഇടയനാകുന്നു, അതിന് നിനക്കെന്നാന്ന് ചോദിച്ചു. യഹോവ എന്റെ ഇടയനാണ്, അതിന് നിനക്കെന്ത്? അതാ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങളുടെ കാര്യം എന്താന്ന് നിങ്ങൾ പറയണം. പേഴ്സണലൈസ് ചെയ്യുക എന്ന് പറയും, വ്യക്തിപരമാക്കുക. സോ 23-ാം സങ്കീർത്തനം എല്ലാവരും ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി പഠിച്ചത് കൂട്ടത്തിൽ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരണം. നിങ്ങൾ എന്നിട്ടത് ഹൃദയപൂർവ്വം ഒന്ന് പറഞ്ഞാൽ ആ അനുഭവം മുഴുവനും അന്ന് പ്രാപിക്കാൻ പറ്റും. അപ്പൊ നമുക്കത് ഒന്ന് പറയണം. ഓക്കെ, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഹാവ് എവറിത്തിങ് ഐ നീഡ്. He lets me rest in the fields of green grass and leads me to the quiet pools of fresh water. He gives me a new strength and guides me in the right path as he has promised. Even if I go through the deepest darkness, I will not be afraid, Lord, for you are with me. Your shepherd's rod and staff protect me. You prepare a banquet for me where all my enemies can see me. You welcome me as an honored guest and fill my cup to the brim. I know that your goodness and love will be with all my life, and your house will be my home as long as I live. Amen, amen, amen. 3 times പറയണം ഒരു ദിവസം. ഒരു ദിവസം 3 പ്രാവശ്യം ഹൃദയപൂർവ്വം ഇത് പറഞ്ഞാൽ അത് ഒരു ബ്ലാങ്ക് ചെക്കാണ്, തുക എഴുതാത്ത ഒരു ചെക്കാണ്. എത്ര തുക വേണേലും നിങ്ങൾക്ക് അന്ന് എഴുതിയെടുക്കാം. ദൈവം നിങ്ങൾക്ക് വഴികൾ തുറന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വ്യക്തമാകണം, കറക്റ്റ് മനസ്സിലായില്ല. എന്താണ് ഈ സങ്കീർത്തനം പറഞ്ഞതാണോ അതോ സങ്കീർത്തനം പറഞ്ഞിട്ട് സങ്കീർത്തനം അതിനുശേഷം പറഞ്ഞത്? ഓക്കെ, അത് തുക എഴുതാത്ത ഒരു ബ്ലാങ്ക് ചെക്കാണ്, ചെക്ക് ലീഫാണ്. അതിനു മുമ്പ് ആമേൻ ആമേൻ പറഞ്ഞില്ലേ 3 പ്രാവശ്യം? ഈ സങ്കീർത്തനം പറഞ്ഞിട്ടാണോ പറയേണ്ടത്? അതെ, സങ്കീർത്തനം പറഞ്ഞിട്ട് ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ഏറ്റെടുക്കുവാണ്, ഹൃദയപൂർവ്വം ഏറ്റെടുക്കുവാണ്. ഓക്കെ ഓക്കെ. അത് പറയുമ്പോ നിങ്ങൾ പറയുന്നത് അത് ആസ്വദിച്ച് പറയണം, അത് ഗ്രഹിച്ച് പറയണം, അനുഭവിച്ചുകൊണ്ട് പറയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, സങ്കീർത്തനം അറിയാലോ അല്ലേ? അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചോണം. ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, യഹോവ എന്റെ ഇടയനാണ്. I have everything I need. He lets me rest in the fields of green grass and leads me to the quiet pools of fresh water. He gives me a new strength and guides me in the right path as he has promised. Even if I go through the deepest darkness, I will not be afraid, Lord, for you are with me. Your shepherd's rod and staff protect me. You prepare a banquet for me where all my enemies can see me.
You welcome me as an honored guest and fill my cup to the brim. I know that your goodness and love will be with all my life, and your house will be my home as long as I live. Amen, amen, amen. സോ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പറയണം, ജോലി ചെയ്യുമ്പോൾ പറയണം, വീട്ടിലിരിക്കുമ്പോൾ പറയണം, വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ പറയണം, നിങ്ങളുടെ ഷോപ്പിലിരിക്കുമ്പോൾ പറയണം. You will be a great blessing for you. ഭയങ്കര സമാധാനവും സുഖവും കൊടുക്കും. He guides me in the right path as he has promised. ദൈവം വാഗ്ദത്തം ചെയ്യുക ശരിയായ വഴിയിലൂടെ എന്നെ നയിക്കുന്നു. He gives me a new strength. ഓരോ ദിവസവും എനിക്ക് ആവശ്യമായ ശക്തി തരുന്നു. I know that your goodness and love will be. കർത്താവിന്റെ കരുണയും നന്മയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് ആവശ്യമായ നന്മ കിട്ടിയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ശുശ്രൂഷയിലേക്ക് വരുമ്പം ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ പുലർത്തും കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ബഹ്റിനിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ ദോഹയിലോ എവിടെയാണേലും ഇൻ ഇന്ത്യ ഓൾസോ നിങ്ങളുടെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ജോലിയില്ല, മെനക്കെട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചോണം. നിങ്ങളെ ഞാൻ മുന്തിരിത്തോട്ടത്തിലേക്ക് വിടും, ന്യായമായത് തരികയും ചെയ്യും. അതുകൊണ്ട് ആർക്കും ടെൻഷന്റെ കാര്യമൊന്നുമില്ല. എപ്പോ ജോലി വിടണം തോന്നി അന്നേരം പറഞ്ഞോണം. ജോലി ചെയ്തതിനേക്കാൾ അന്തസ്സായിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കും, പോറ്റിയിരിക്കും. നോ ഡൗട്ട്. ഇന്ന് കഴിച്ചാലും നല്ല ആഹാരം നിങ്ങൾക്ക് അതിന് ശേഷം തരും. ഇന്ന് ഓക്കെ. അപ്പൊ ഇത് പറയണം, എല്ലാ ദിവസവും 3 പ്രാവശ്യം പറയണം. എത്ര പ്രാവശ്യം വേണേലും പറയാൻ കേട്ടോ, മിനിമം 3 പ്രാവശ്യം. ഞാൻ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഈ ട്രാക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് പലർക്കും, ഇംഗ്ലീഷും മലയാളവും. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാണ്. അപ്പൊ ഞാൻ ഇത് പോക്കറ്റിലുണ്ടും ആരെങ്കിലും പരിചയപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബില്ല് പേ ചെയ്യുമ്പോൾ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കും. മിക്കവാറും ദിവസങ്ങൾ അവസരം കിട്ടാറുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് ആണ്, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ യു സാർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അവരത് മേടിക്കും, ഇത് വായിക്കും. ഇത് പലരുടെയും കയ്യിലുണ്ട്. ആയിരക്കണക്കിന് കോപ്പിയാണ് അടിച്ച് കൊടുത്തു കഴിഞ്ഞു. 2ാം വട്ടം അടിച്ചാണത്. ഭയങ്കര പീസ്ഫുൾ ആണത്. ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പൊ ഇത് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഇത് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത് കേട്ടോ. ആ സമാധാനം എല്ലാവരും ഉണ്ടോന്ന് കാണും. ഇപ്പൊ പറയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം. പറയുമ്പോൾ ആക്സെന്റ് ഉണ്ട്, പറയുമ്പോൾ ഹൃദയത്തിൽ ധ്യാനിച്ച് പറയണം, ചിന്തിച്ച് പറയണം. വെറുതെ വാക്യമത്സരത്തിന് സമ്മാനം മേടിക്കാൻ വേണ്ടി പറയരുത് കേട്ടോ. അങ്ങനെയുണ്ട് കുറെ പിള്ളേര് 5012 വാക്യം പറഞ്ഞ് ട്രോഫി മേടിച്ച് വെച്ചിട്ടുണ്ട്. പല്ലി വട്ടം ചാടിയാല് അന്നത്തെ ദിവസം മൊത്തം കളയും. അയൽവക്കംകാരും കൂടെ വിളിച്ചു കൂട്ടും. പേടിയ. അതെന്താ കാര്യം എന്ന് വെച്ചാല് നമ്മൾ അനുഭവിക്കണം. അതാണ് ദൈവത്തെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. പല വിശ്വാസികളും പല ദൈവമക്കളും പലർക്കും ഈ പറയുന്ന ദൈവത്തെ ഇവർക്ക് അറിയത്തില്ല. അത് നമ്മുടെ അനുഭവമായി മാറണം. എറണാകുളത്തെ ഞാൻ കൊച്ചിയിലാണല്ലോ താമസിക്കുന്നത്. അപ്പൊ മേനകയുടെ അടുത്ത് അവിടെ ഒരു വലിയൊരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോർട്ടിന്റെ ആ കോർണറിലാണ്. അപ്പൊ അതവിടെ ഇല്ല. അപ്പൊ ഈ ജ്വല്ലറിയുടെ അഡ്വർടൈസ്മെന്റിന് വലിയൊരു ആനയുടെ പുറത്ത് ആനേനെ പട്ടം കെട്ടി ചമയിച്ച് ഈ ജ്വല്ലറിയുടെ പേരെല്ലാം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എഴുതിയിട്ട് ബാൻഡ് മേളം ചെണ്ടമേളം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹൈക്കോർട്ട്, ബാനർജി റോഡ്, MG റോഡ് വഴിയൊക്കെ ഇങ്ങനെ ഇതല്ലേ ആനയെ കൊണ്ടുപോവുക. അപ്പൊ ആന ഈ ജ്വല്ലറിയുടെ പേര് ഇപ്പൊ സപ്പോസ് ചുങ്കത്ത് ജ്വല്ലറി ഫോർ എക്സാമ്പിൾ, ഈ ചുങ്കത്ത് ജ്വല്ലറി എന്ന് പറഞ്ഞിങ്ങനെ വലിയ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ പോവുകയാണ്. ആൾക്കാര് അത് ഹൈക്കോർട്ട് ജംഗ്ഷൻ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ഈ ആനയ്ക്ക് ഈ ജ്വല്ലറി എന്നതാണോ, ഈ ജ്വല്ലറി എവിടെയാണോ, ഇതിനകത്ത് കയറിയ എന്നതാ കിട്ടുന്നതെന്നോ, ഇത് എന്തിനാണോ അതിനറിയത്തില്ല. പക്ഷെ ആനയാണ് ഈ ജ്വല്ലറിയെ കുറിച്ച് എല്ലാവരോടും പറയുന്നത്. അതിനകത്ത് കയറി ഒരിക്കലും അത് മാലയും വിളയും കമ്മലും മേടിക്കുകയില്ല. അങ്ങനെ ആകരുത് നമ്മുടെ. സോ Lord is my shepherd, I have everything I need. He lets me rest in the fields of green grass and leads me to quiet pools of fresh water. He gives me a new strength. അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയണം. അത് ബൈ ഹാർട്ട് ചെയ്യണം. എല്ലാ ദിവസവും പറയണം.
നിങ്ങൾക്ക് ആർക്കും സാമ്പത്തിക ഞെരുക്കം വരികയില്ല. 3 ദിവസം പറഞ്ഞാൽ 3 നേരം 1 ദിവസം പറഞ്ഞു. ഓക്കെ. പക്ഷെ ഒരു സംശയം, ഇതിലെ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ആ പാനപാത്രം ഉദ്ദേശിക്കുന്ന ഒരു സങ്കടവും ഒരു ഇല്ലായ്മ, സങ്കടത്തിന്റെ കാര്യമല്ലേ? അപ്പൊ അത് നിറഞ്ഞു കവിയാന്ന് വെച്ച് കഴിഞ്ഞാല് പാനപാത്രം നിറഞ്ഞു കവിയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. അല്ല, അങ്ങനെയാണെങ്കിൽ മറ്റേ 16-ാം സങ്കീർത്തനം 5 പറയുന്നുണ്ട്, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. അപ്പൊ പാനപാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്താ? അല്ല, ആക്ച്വലി എന്താണ് ഇപ്പൊ ശശിയങ്കളുടെ മനസ്സിൽ ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഞാൻ പറഞ്ഞ പാനപാത്രം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി, പാനപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പാനപാത്രം ദുഃഖം, അതായത് ഇല്ലായ്മ, അങ്ങനെ അതാണ്. അത് നിറഞ്ഞു കവിയാന്നാ പറയുന്നത്. അതെന്താണെന്നറിയോ? അതിന്റെ കാരണം എന്താണെന്നറിയോ? ദുഃഖത്തിന്റെ ആ പാട്ടിന്റെ വരികൾ മനസ്സിൽ കിടക്കുന്നതാണ് അതിന്റെ പാനപാത്രം എന്ന് പറഞ്ഞാൽ കബ്ബയർ. ഇപ്പൊ നെഹമ്യാവ് പാനപാത്രവാഹകനായിരുന്നു. രാജകൊട്ടാരത്തില് പാനപാത്രവാഹകൻ. അത് ദുഃഖത്തിന്റെ പാത്രമാണോ? അല്ല. നമ്മുടെ സങ്കല്പങ്ങൾക്കൊത്താണ് ഇവിടെ പറയുന്ന ഈ പാനപാത്രം ദുഃഖത്തിന്റെയോ കയ്പിന്റെ പാനപാത്രം ഒന്നുമല്ല. നമ്മൾ ഇങ്ങനെ എല്ലാത്തിനും കൂടെ ഇങ്ങനെ കുഴക്കരുത്, ഇങ്ങനെ ബന്ധിപ്പിക്കരുത്. അപ്പൊ അത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പാനപാത്രം ദുഃഖത്തിന്റെ എന്നല്ല. ഒരു കാര്യം കൂടെ പാസ്റ്റർ, അത് കയ്പിന്റെ പാനപാത്രം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അത് പാനപാത്രം എന്ന് പറയുന്നത്. അത് അതിന്റെ മുന്നേ പറയുന്നത് എന്താന്ന് നോക്കിയിട്ടാണ് അതിന്റെ അനുഗ്രഹം. പാനപാത്രം എന്ന് പറയുന്ന അനുഗ്രഹമാണ്. കയ്പിന്റെ പാനപാത്രം എന്ന് പറയുന്നത് ദുഃഖത്തിന്റെ പാനപാത്രം എന്ന് പറയുമ്പോൾ അത് വ്യത്യാസമാണ്. അങ്ങനെ കിടക്കുന്നുണ്ടാ, മനസ്സിൽ കിടക്കുന്നുണ്ടാണ് അങ്ങനെ വരുന്നത്. കയ്പിന്റെ പാനപാത്രം ആണെങ്കിൽ, കഷ്ടതയുടെ പാനപാത്രം ആണെങ്കിൽ അതങ്ങനെ. പക്ഷെ ഇതിപ്പം അങ്ങനെയല്ല. എല്ലാ പാനപാത്രവും കയ്പല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കണ്ട. അവകാശത്തിന്റെയും ഓഹരി പാനപാത്രം എന്ന് പറയുന്നത് യഹോവ ദൈവമാണ്. ദൈവം നമുക്ക് കയ്പല്ല, ദൈവം നമുക്ക് സന്തോഷവും അനുഗ്രഹവും ബ്ലെസ്സിങ്ങുമാണ്. സോ അതിനകത്ത് പ്രശ്നമില്ല. ഓക്കെ, അടുത്ത യഹോവ അതിലേക്ക് നമ്മൾ പോരുകയാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോരുകയാണ്. അപ്പൊ യഹോവ ഇത് നിങ്ങൾ പറയുക, സങ്കീർത്തനം പറയുക, നന്നായിട്ട് പഠിക്കുക, ഹൃദയത്തിൽ നിന്ന് പറയുക. അത് നിങ്ങൾക്ക് ഇനി അഥവാ കഷ്ടത്തിന്റെയും കയ്പിന്റെയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതങ്ങ് പറഞ്ഞു മാറിക്കോളും കേട്ടോ. 3 പ്രാവശ്യം പറഞ്ഞു മതി, അതെല്ലാം സന്തോഷമായിട്ട് മാറിക്കോളും. ഓക്കെ, അതാണ് ഐ നോ ദാറ്റ് യുവർ ഗുഡ്നസ് ആൻഡ് ലവ് വിൽ ബി വിത്ത് ഓൾ മൈ ലൈഫ്. കർത്താവ് ആ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവനും പിന്തുടരും എന്നുള്ളതിന്റെ. ഓക്കെ, നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. 9ാമത്തെ പോയിന്റ്. 9 ആണല്ലോ അല്ലേ? ഓക്കെ. യാഹ്വേ ഹൊസീനോ. യാഹ്വേ ഹൊസീനോ. യഹോവ നമ്മുടെ നിർമ്മാതാവ്. യഹോവ നമ്മുടെ നിർമ്മിത എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 2:7, സങ്കീർത്തനം 96, 95:6, ഇരമ്യാവ് 27:5, സങ്കീർത്തനം 119:73. ചിലത് വായിക്കാം. വായിച്ചോ. 95:6 അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. 95:6 വായിക്കും. ഓക്കെ, അത് നമുക്കറിയാം. ദൈവം സൃഷ്ടിച്ചു, ആദാമിനെ സൃഷ്ടിച്ചു, അവന്റെ മൂക്കിൽ യഹോവയായ ദൈവം ജീവശ്വാസം ഊതി. ഓക്കെ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുക. നമ്മളെ നിർമ്മിച്ച ദൈവം. ഇതെല്ലാവരും അംഗീകരിക്കുക, എന്നാൽ പലരും അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് നിരീശ്വരവാദികള് ദൈവമാണ് അവരെ സൃഷ്ടിച്ചതെന്ന് പറയാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ദൈവത്തെ അംഗീകരിക്കണം, ആ ദൈവത്തെ നന്ദി കരയറ്റണം, ദൈവത്തെ അനുസരിക്കണം. ആ മനസ്സില്ലാത്തതുകൊണ്ടാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നതിന്റെ മനഃശാസ്ത്രം അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മെ നിർമ്മിച്ച ദൈവം. അപ്പൊ അതുകൊണ്ട് യാഹ്വേ ഹൊസീനോ എന്ന് പറയുമ്പം
ഞാൻ നിങ്ങളെ നിർമ്മിച്ച ദൈവമാണ് എന്നുള്ള അറിവ് ദൈവം നമുക്ക് തരും. അത് നമുക്ക് സന്തോഷകരമാണ്. യിരെമ്യാവ് 27:5 യഹോവയെ ഞാൻ ഭൂമിയെയും ഭൂമണ്ഡലത്തിൽ മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു, എനിക്ക് ബോധിച്ചവന് കൊടുക്കുന്നു. യിരെമ്യാവ് 27:5 പറയുന്നു. സോ ഞാൻ ഭൂമിയെയും ഭൂമണ്ഡലത്തിൽ മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവം തന്നെ ഉണ്ടാക്കിയത്, ഏകനായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ദൈവമാണ്. അപ്പൊ സോ ഇത് നൽകുന്നത് ദർ ഇസ് എ ക്രിയേറ്റർ, ഒരു സൃഷ്ടികർത്താവ്. എന്റെ മൈക്ക് ഓണല്ലേ? ഓക്കെ. ഒരു സൃഷ്ടികർത്താവ് പിന്നിലുണ്ട്. പ്രപഞ്ചം നമ്മൾ റോമാലേഖനം പഠിച്ചു വെച്ചിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചാണ്. ദർ ഇസ് എ ഇന്റലക്ച്വൽ ഡിസൈനർ ബിഹൈൻഡ് ദ നാച്ചർ. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ഏറ്റവും ബുദ്ധി ഉള്ള ഒരു നല്ല ഡിസൈനർ ഉണ്ട്. അല്പം ബുദ്ധിയുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. ഇവിടെ യാഹ്വേ ഹൊസീനോ എന്ന് പറഞ്ഞാൽ ഞാൻ സൃഷ്ടികർത്താവായ ദൈവം, ഞാൻ നിർമ്മിച്ച ദൈവമാണ്. ഇത് നമ്മൾക്ക് വലിയ സമാധാനം തരുന്നതാണ്. നമ്മളെ നിർമ്മിച്ച ദൈവം. ഒന്ന്, നമ്മൾ അതിൽ നന്ദിയുള്ളവരായിരിക്കണം. സൃഷ്ടികർത്താവിനെ കുമ്പിട്ട് ആരാധിക്കണം. ഒരു കുശവനും കളിമണ്ണു പാത്രവും പോലെ ബന്ധമാണ്. കുശവൻ തൻ്റെ കയ്യിലെ മണ്ണുകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പാത്രം നിർമ്മിച്ച് എടുക്കുന്നത് പോലെ, അതിനുശേഷം അതിനെ ഉപയോഗിക്കുന്നത് പോലെ, യഹോവയായ ദൈവം നിലത്തിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ നിർജീവനായിരുന്നു. ദൈവം മനുഷ്യന് കൊടുത്ത എല്ലാ അവയവങ്ങളും അവനിലുള്ളപ്പോഴും അവൻ നിശ്ചലനായിരുന്നു. ദൈവം അവനെ ജീവശ്വാസം കൊടുത്തു, നിർമ്മിച്ചു. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സോ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യരാണ് ദൈവം ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ മുഴങ്കാലും അടങ്ങും. എല്ലാവരും ദൈവം ഉണ്ടെന്ന് അംഗീകരിച്ചിട്ടേ അവസാനിക്കുകയുള്ളൂ. ഓക്കെ, നമ്മളെ നിർമ്മിച്ച നമുക്ക് മനോഹരമായ ഒരു പേഴ്സണാലിറ്റി തന്നു, ശരീരം തന്നു, ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ, ഊനമില്ലാത്തൊരു ശരീരം തന്നു നമ്മളിൽ നിർമ്മിച്ച ദൈവത്തോട് ദൈവമക്കളെ നിങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയാം. കിട്ടുന്ന എന്തെങ്കിലും ഭൗതിക നന്മ മാത്രം നന്ദി പറഞ്ഞാൽ പോരാ. ലോക സ്ഥാപനത്തിനു മുമ്പേ നിങ്ങളെ തെരഞ്ഞെടുത്തതിന് നന്ദി പറയണം. അമ്മയുടെ ഉദരത്തിൽ അത്ഭുതവും അതിശയവും ഭയങ്കരവുമായി മെടഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ്, അത് വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു ദൈവം നമ്മളോട്. ഒരു അംഗവൈകല്യവും നമുക്കുണ്ടായില്ല. സോ നമുക്കൊരു ജന്മം ദൈവം ഒരുക്കി ഈ ഭൂമിയിൽ. 139 സങ്കീർത്തനമൊക്കെ നന്നായി വായിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായി മാറും. സോ സൃഷ്ടികർത്താവായ ദൈവം. നിങ്ങള് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ, പേഴ്സൺസ് ഒക്കെ കാണുമ്പം ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയപ്പം എത്രത്തോളം, അതുകൊണ്ട് ഞാൻ മെടഞ്ഞെടുത്തു എന്ന് പറയുന്നത്, മെടഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ഒന്നാണ്. 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഞരമ്പുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ കണ്ണും മൂക്കും നാക്കും എല്ലാം. അതിൽ ഒരു ഞരമ്പ് അല്പം പിടഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഇല്ലാതെ പോയാൽ, ചുരുങ്ങിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. ഒരു പാസ്റ്ററുടെ മോളാണ്, അവളുടെ ഈ കണ്ണിലൂടെ എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിക്കാനും പറ്റില്ല. അവസാനം ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഈ കണ്ണിന്റെ ഈ ഭാഗത്തു നിന്നും മൂക്കിലേക്ക് മുടിയുടെ വലിപ്പത്തിൽ മാത്രം വ്യാസത്തിലുള്ള ഒരു ചെറിയ ട്യൂബ് ഉണ്ട്, ഒരു കുഴല, ഒരു ഹോളുണ്ട്. അത് ബ്ലോക്ക് ആയതാണ് കാരണം. ഈ വെള്ളം കണ്ണിൽ വരുന്ന, കണ്ണ് വാഷ് ചെയ്യുന്ന വെള്ളമാണ് മൂക്കിനകത്തൂടെ വരുന്നത്. അതാണ് മൂക്കിൽ നനവുണ്ടാകുന്നത്. അതാണ് പൊടിയെ ശ്വാസകോശത്തിലേക്ക് പോകാതെ അതിനെ സൂക്ഷിക്കുന്നതൊക്കെ. അപ്പൊ ആ മുടിയുടെ അത്ര മാത്രം വ്യാസമുള്ള ആ ഒരു ഹോള് ബ്ലോക്ക് ആയതാണ് ഇതിന് കാരണം. അതിന് വേറെ ഒരു മാർഗമില്ല. ഓപ്പറേഷൻ ചെയ്താൽ 99% ഈ കൊച്ചിന്റെ കാഴ്ച നഷ്ടപ്പെടാം, ശ്രവണശക്തി നഷ്ടപ്പെടാം, പല പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് അതിന് തയ്യാറല്ലായിരുന്നു. അവര് പറഞ്ഞാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശ്വാസത്താൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അത് രണ്ടും തന്നെ ഓപ്പണായി. ഇന്ന് അവള് മിടുക്കിയായി കല്യാണം കഴിച്ച് ഒരു രാജ്യത്താണ്.
ഇങ്ങനെ എന്തെല്ലാം വർക്കുകൾ അടങ്ങിയതാണ് ഈ ശരീരം എന്നറിയാം. ഒരു ചെറിയ ഈ കോടാനുകൂടി ഞരമ്പുകളിൽ ഈ ഇത്രയും വലിയ ബൃഹത്തായ ശരീരത്തിന്റെ ഈ വലിയ അത്ഭുത പ്രതിഭാസത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്കെങ്കിലും വന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എഴുന്നേക്കാനോ നടക്കാനോ സംസാരിക്കാനോ പറ്റില്ല. അപ്പൊ അത്ഭുതകരമായി എന്നെ നിർമ്മിച്ച, അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞെടുത്ത ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ആ അറിവുണ്ടായിരിക്കണം. ദൈവം പറയാണ്, ഞാൻ നിന്നെ നിർമ്മിച്ച ദൈവം. സോ അപ്പോൾ തന്നെ 119 സങ്കീർത്തനം 73 വാക്യത്തിൽ പറയുന്നത്, കർത്താവേ, തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചു. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ അങ്ങയുടെ കൽപ്പന പഠിക്കാൻ എനിക്ക് ബുദ്ധി തരണമേ. Lord, that you have made me and fashioned me, give understanding to learn your command. കർത്താവേ, you have made me and fashioned me. എന്നെ നിർമ്മിച്ചതും ഇങ്ങനെ രൂപപ്പെടുത്തി എടുത്തതും എനിക്ക് ബുദ്ധി, തലച്ചോറ് തന്നത്, കാഴ്ച തന്നത് എല്ലാം അങ്ങാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ കൽപ്പന പഠിക്കാനുള്ള ബുദ്ധിയും തരണേ, അങ്ങയെ അറിയാനുള്ള ബുദ്ധി തരണേ. പ്രാർത്ഥിക്കണം. ഇതിനാണ് നമ്മൾ തിയോളജി പഠിക്കുന്നത്. ദൈവത്തോടുള്ള ഭക്തി കൂടാൻ, നമുക്ക് താഴ്മയും എളിമയും വിനയവും ഉണ്ടാകാൻ. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന അവകാശം ദൈവം ഉന്നയിക്കുമ്പോഴും അറിവ് നമുക്ക് തരുമ്പോഴും അത് നമുക്കൊരു വലിയ സമാധാനം തരുന്നു. എന്താണ്? Those who made you only can mend you. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത് അവർക്ക് മാത്രമേ നിങ്ങളെ വളയ്ക്കാനോ രൂപപ്പെടുത്താനോ മാറ്റം വരുത്താനോ പറ്റത്തുള്ളൂ. മാറ്റം വരുത്താൻ പറ്റുകയും ചെയ്യും. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന് യേശു സൗഖ്യം കൊടുത്തത് എന്തുകൊണ്ടാണ്? യേശു ചേറ് കുഴച്ച് കണ്ണി പുരട്ടി ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു, കഴുകി സൗഖ്യം കിട്ടി. എന്താ കാര്യം? അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. എന്താണ് അത്ഭുതം അതിനകത്ത്? നമുക്കൊക്കെ കണ്ണ് മണ്ണുകൊണ്ട് തന്നെയല്ലേ ഉണ്ടാക്കി തന്നെ. കർത്താവ് യേശുവിനറിയാം കാഴ്ച കിട്ടാൻ ഏത് ചേറ് എവിടെ തേക്കണേ, എങ്ങനെ തേക്കണം. മണ്ണിനകത്ത് കാഴ്ചയുടെ അംശം ഇടാന്ന് യേശുവിനറിയാം. യേശുവാണ് സൃഷ്ടിച്ചത്. സൃഷ്ടികർത്താവ് ആയതുകൊണ്ടാണ് അവന്റെ കണ്ണ് തുറന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ച ദൈവമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തു കുറവും ദൈവത്തോട് പറയാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ ജ്ഞാനം കുറവുണ്ടെങ്കിൽ അവൻ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. എന്തും ദൈവത്തോട് ചോദിക്കാം. ആരോഗ്യം ദൈവത്തോട് ചോദിക്കുക, ബുദ്ധി ദൈവത്തോട് ചോദിക്കുക, ശ്രവണശക്തി ചോദിക്കുക, കാഴ്ചശക്തി ചോദിക്കുക. സോ ഹീസ് അവർ ക്രിയേറ്റർ. കർത്താവിനെ എങ്ങനെ വേണേലും ഇനിയും നമ്മളെ രൂപപ്പെടുത്താം. കുശവന് മണ്ണ് എങ്ങനെ വേണമെങ്കിലും ഭേദപ്പെടുത്താം. സോ യാഹ്വേ ഹൊസീനോ, ഞാൻ നിന്റെ സൃഷ്ടികർത്താവ്, നിന്നെ നിർമ്മിച്ചവൻ എന്നുള്ള ആ വലിയ അറിവ് തരുമ്പോൾ ഭക്തിയും നന്ദിയുള്ളവരായി പാദങ്ങൾ നമസ്കരിച്ച് വരും ദിവസങ്ങളിൽ ശക്തരായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങണം. അനേകരോട് സത്യം പറയുന്നതിന്റെ വക്താക്കളായി മാറണം. രാജ്യത്തിനെ ക്രിസ്തുവിന് വേണ്ടി നേടുന്ന ശക്തരായ ലീഡേഴ്സായിട്ട് ഐഡാൾട്ടേഴ്സ് പഠിക്കുന്ന ഓരോരുത്തരും ആയിത്തീരണം. അതിനുവേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. Now it's 9:30. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അടുത്ത ക്ലാസ്സിന് മുടക്കം കൂടാതെ എല്ലാവരും പങ്കെടുക്കുന്ന സമയത്ത് ജോയിൻ ചെയ്യണം. ഇന്ന് പലരും ലേറ്റ് ആയിരുന്നു. ക്ലാസ് നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് ആരംഭിക്കാറുണ്ട്. ലേറ്റ് ആവരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോമ സിസ്റ്റർ 1-2 പേരെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ സ്ലിബാ ബ്രദർ എന്ത് ബത്തേരിക്കാരും ജോസ് ബ്രദറിനെ കണ്ടോ? ഇന്നുണ്ടോ? കണ്ടില്ല. ഓക്കെ, പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരിക. വചനം എല്ലാവരും പഠിക്കട്ടെ. അനേകർ ശക്തരായിട്ട് വരട്ടെ. ഗോഡ് ബ്ലസ് യു. പാസ്റ്റേ, നമ്മുടെ 1-2 പേരെ പഴയ ആൾക്കാരെ കാണുന്നില്ല. അവർ എന്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. നമ്മുടെ ബെൻസി, ജോണി, ഡാർലി, അതുപോലെ തന്നെ മറ്റൊരു മനോജ്. ഡാർലിക്ക് ഇടിമിന്നലായിട്ട് കണ്ടില്ല. ഓക്കെ, ഡാർലിയുടെ ദേശത്ത് അല്ലാണ്ട് ഡാർലിക്ക് ഇടിമിന്നലല്ലോ. പേടിച്ചു. ഓക്കെ, അപ്പൊ നോട്ട് അയച്ചു കൊടുത്തേക്ക് കേട്ടോ. പിന്നെ വേറെ ആരൊക്കെയാണ്? ഓക്കെ, ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന ജോയിൻ ചെയ്യാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുവചനം പഠിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ തിരുനാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനത്തിന്റെ ദൈവമാണ്, നീതിയുടെ ദൈവമാണ്. അങ്ങ് ഞങ്ങൾക്ക് ഇടയനാണ്. അങ്ങ് ഞങ്ങളുടെ നിർമ്മിതാവാണ്, സൃഷ്ടികർത്താവാണ്.
അങ്ങ് ഞങ്ങൾക്ക് സകലതുമാണ്. വിതയ്ക്കപ്പെട്ട ദൈവവചനം കേട്ട പഠിച്ച എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മ ശക്തിയോടെ കർത്താവ് വസിക്കുമാറാക്കണം. ഞങ്ങൾ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരുമായിരിക്കാൻ സഹായിക്കണമേ. ദൈവവചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ പഠിച്ച് അനുഗ്രഹിക്കപ്പെടുവാനും അങ്ങേക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാനും ജീവിതത്തിൽ സമാധാനം ഹൃദയത്തിലുള്ളവരായി അനുഭവിക്കുന്നവരായി ഓരോരുത്തരെയും ഈ വചനത്താൽ എൻ്റെ കർത്താവ് പണിയുമാറാകണമേ എന്ന് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അടിയനോടും ദയ ചെയ്യണമേ, കൃപയുണ്ടായി കേൾക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഉണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഓക്കെ, ജോണി പാസ്റ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്തെങ്കിലും ഇൻഫർമേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാസ്റ്റർ പറയും. പാസ്റ്ററുടെ മൈക്ക് മ്യൂട്ടാണ് പാസ്റ്ററെ. സെബാസ്റ്റ്യൻ പാസ്റ്റർ എന്ന് ചാർജ് ചെയ്ത ജേക്കബ് ബ്രദർ ബഹ്റൈൻ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററാണ്. ഓക്കെ ഓക്കെ, ഇമാനുവൽ IPC ബഹ്റൈൻ. ഓക്കെ ഓക്കെ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ചർച്ചിലെ ആദ്യമായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്, യു ആർ മോസ്റ്റ് വെൽക്കം. നല്ലതാണ്. ശുശ്രൂഷയിലുള്ളവർക്ക് അത് വളരെ സഹായകമാണ്. ശുശ്രൂഷയിലാകാൻ പോകുന്നവർക്കും വളരെ പ്രയോജനപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവവചനം എത്രത്തോളം സമ്പന്നമാകാൻ പറ്റും അത്രയും പഠിക്കും. ഓക്കെ ജേക്കബ് ബ്രദറെ, ദൈവകൃപയുടെ സിസ്റ്റർ നോട്ടൊക്കെ എഴുതിയെടുത്തോ കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ ചെയ്തു. നൈസി സിസ്റ്റർ കൂട്ടുകാരി എന്ത് ചെയ്യേ? ഒരാളുടെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ടിറ്റി ബ്രദർ, ശ്രീബ ബ്രദർ, മനോജ് ബ്രദർ, ജൂലിയറ്റ് സാന്ത, സുരേഷ് ബ്രദർ, ഹായ്, ഗോഡ് ബ്ലെസ് യു ഓൾ. Okay, praise the Lord. Okay, bye bye. God be with you. Peace be with you. Peace be with you. Bye bye. Bye. കാണാൻ പറ്റിയല്ലേ സന്തോഷം. ജോണി പാസ്റ്റർ കാണാൻ പറയത്താണല്ലോ. ജോണി പാസ്റ്റർ പ്രത്യേകം കണ്ടില്ലല്ലോ. അതെ, എന്ന് തിരുവല്ലയിൽ, അതാണ് തിരുവല്ലയിലാണ് സംഭവം. തിരുവല്ലയിൽ പോയിക്കോ. ഓക്കെ സുനിൽ, ബൈ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതെ, എല്ലാരും കാണാൻ പറയുന്ന ഒന്ന് വന്നല്ലേ. അതെ, എല്ലാരും ക്യാമറയിലേക്ക് വാ, എല്ലാരും കാണാം തമ്മിൽ തമ്മിൽ. കൊറേ കാലമായി കണ്ടിട്ടല്ലേ? ഒത്തിരി കാലമായി കണ്ടിട്ട്. നിങ്ങളെ കാണാൻ പറ്റിയാലും നല്ല സന്തോഷം. ഞാൻ ഇപ്പൊ വന്നേ ഉണ്ടായിരുന്നല്ലോ. ടിറ്റി വർഗീസ് സൗദിയില് ടിറ്റി വർഗീസ്. ശരി ശരി, ഓക്കെ. നാട്ടിലെവിടെയാണ് ജേക്കബ് ബ്രദർ? തൃശ്ശൂരാണ്. എവിടെ? കുന്നംകുളം. ഓക്കെ, കുന്നംകുളം പഴഞ്ഞിയിലൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളുണ്ട്. അവിടെയാണോ? എന്റെ ചേച്ചിയുടെ വീടാ. എന്റെ ചേച്ചിയുടെ പഴഞ്ഞിയില് ഞങ്ങൾ അടുത്തുള്ള സ്ഥലമാണ് പഴഞ്ഞി. ഞാൻ ഒത്തിരി മീറ്റിങ്ങുകൾക്കൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ് കുന്നംകുളം. പലരുണ്ട്. എന്റെ വൈഫ് തൃശ്ശൂർ ജില്ലയാണ്, മാള. രണ്ടുപേര്. പിള്ളേര്. മൂത്തയാള് ദുബായില് ജോലി ചെയ്യുന്നു, ഈ അടുത്ത് ജസ്റ്റ് ജോയിൻ ചെയ്തു. രണ്ടാമത്തെ ആള് ഇവിടെ എറണാകുളത്ത് ഡിഗ്രി ചെയ്യുന്നു, സൈക്കോളജി സെക്കൻഡ് ഇയർ BSc സൈക്കോളജി ചെയ്തുകൊണ്ട്. രണ്ടുപേരും ശുശ്രൂഷയിലാണ്, മിനിസ്ട്രിയിലാണ്. രണ്ടാം പിള്ളേര് പഠിക്കുന്നുണ്ട്, ജോലി. എല്ലാവരോടും അടുത്ത ആഴ്ചയില് സങ്കീർത്തനം പഠിക്കണം അല്ലേ പാസ്റ്ററെ? എല്ലാരും പഠിക്കണം, എല്ലാരും പഠിക്കണം.
പഠിച്ച് യഹോവ പക്ഷെ യഹോവ പഠിച്ച് എന്റെ കാണാം. ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനല്ല, എനിക്ക് മുട്ടുണ്ടാകില്ല. മുട്ട് നാട്ടുകാർ കണ്ടുപിടിക്കുന്നതാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്തു, ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു. ഇംഗ്ലീഷിൽ പറയുമ്പോ പിന്നെ മുട്ടിന്റെ പ്രശ്നം വരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞ ദേ എനിക്ക് മുട്ടുണ്ടല്ലോ എന്ന് പറയും. അതെ അതെ. ഓക്കെ.